വളരെ കാലികമായ ഒരു വിഷയത്തെ അധികരിച്ച് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ സാധാരണക്കാരായ മുസ്ലിം സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും ശ്രദ്ധയിലേക്ക് ചില വിഷയങ്ങൾ എത്തിക്കുക എന്നതാണ് അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു വിഷയത്തിലും ഇടപെട്ട് സംസാരിക്കുന്ന കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഇന്നത്തെ ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി വേണം എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഈ ക്ലാസ് ശ്രദ്ധിക്കേണ്ടതും അനുബന്ധമായി ഇത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മളിത് ഒരു പാഠമായി തിരുത്താനും ശ്രദ്ധിക്കാനും ശ്രമിക്കണം എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് അറിയുന്ന വിഷയം തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില സത്യങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ചർച്ച കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രവാസികളായ സഹോദരന്മാരുടെ ഭാര്യമാർക്ക് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടകരമായ സാഹചര്യങ്ങളെക്കുറിച്ച് ഒരു വിചാരപ്പെടലുകൾ നടത്തുക എന്നതാണ് നമ്മുടെ ദൗത്യം. പ്രവാസികളായ സുഹൃത്തുക്കളുടെ ഭാര്യമാർ എന്നതുകൊണ്ട് ഒരു അറേബ്യൻ കൺട്രിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ എന്ന് മാത്രം അതിനർത്ഥമൊന്നുമില്ല. വീട് വിട്ട് ജോലി ചെയ്യുന്ന മുഴുവൻ പുരുഷന്മാരുടെയും വീട്ടിലെ ചുറ്റുപാടുകൾ ഈ വിഷയത്തിൽ ചർച്ചയിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രവാസികളുടെ ഭാര്യമാരെ തേജോവധം ചെയ്യുകയും അവരെ സമൂഹത്തിൽ ഒന്നുമല്ലാത്തവരാക്കി മാറ്റുകയും ചെയ്യുക എന്നതല്ല നമ്മുടെ ഈ ചർച്ചയുടെ ഉദ്ദേശം. പ്രവാസികളുടെ ഭാര്യമാരെ പോലെ ക്ഷമയും പക്വതയും തത്വയുമുള്ള സ്ത്രീകൾ കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം 100ൽ 99.4% സ്ത്രീകളും തങ്ങളുടെ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ ഭർത്താവിന്റെ സമ്പത്തും ഭർത്താവിന്റെ മക്കളെയും വീടും കുടുംബവും എല്ലാം വളരെ പരിരക്ഷയോടെ എല്ലാ ത്യാഗങ്ങളും സഹിച്ച് സൂക്ഷിക്കുന്നവരും പ്രവാസി അനുഭവിക്കുന്നത് പോലെയുള്ള മനോവ്യഥ തന്റെ ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് പ്രവാസിയുടെ ഭാര്യയും അനുഭവിക്കുന്നുണ്ട് എന്ന സത്യമൊന്നും നമ്മൾ മറച്ചുവെക്കുന്നില്ല. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുമാണ്. പക്ഷെ എന്നാലും എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നില്ലേ എന്ന് ആനുകാലികമായ ചില വിഷയങ്ങളെ അധികരിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനൊരു പ്രതിവിധി കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ മറ്റു പല വിഷയങ്ങളെയും സംസാരിക്കുന്നത് പോലെ തന്നെ ഈ വിഷയത്തിലും ഒരു ഇടപെടൽ നടത്തിയാൽ ഇത് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലുള്ള പല പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കാതുകളിൽ റേഡിയോ വഴിയും അല്ലാതെയും എത്തുകയും അവരിലൂടെ അവരുടെ ബന്ധുക്കളും ഉറ്റവരിലേക്കും ഇത് എത്തുകയും ചെയ്താൽ അതുമൂലം നമ്മുടെ സമൂഹത്തിൽ KICR കൊണ്ട് ചെറിയ ഒരു മാറ്റമെങ്കിലും സൃഷ്ടിക്കാൻ സാധിച്ചാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പ്രവർത്തനം എല്ലാ നിലക്കും നമുക്ക് ഉഖറവിയായ ഒരു സൽക്കർമ്മമാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ സമൂഹത്തോട് നമ്മൾ ചെയ്യുന്ന വലിയ ഒരു ഉത്തരവാദിത്ത നിർവഹണവുമായി തീരും. അല്ലാഹു തആല അങ്ങനെ ആക്കി തീർക്കട്ടെ. നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ 34-ാമത്തെ ഒരു ആയത്തുണ്ട്. ഈ ആയത്ത് അവതരിക്കപ്പെട്ട സമയം മഹാന്മാരായ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും വലിയ ഒരു പ്രയാസം, മാനസികമായ വിഷമം അനുഭവിച്ചിരുന്നു. ഏതാണ് ആയത്ത് എന്ന് ചോദിച്ചാൽ
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم എന്ന സൂറത്തു തൗബയിലെ 34-ാമത്തെ ആയത്ത്. ഒരു വിഭാഗം ആളുകൾ യക്നിസൂന ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും നിധിയായി സൂക്ഷിച്ചു വെക്കുന്ന ഒരു വിഭാഗം ആളുകൾ, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ, ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, നബിയെ അവർക്ക് വേദനാജനകമായ ശിക്ഷയെ കൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കുക, സന്തോഷ വാർത്ത അറിയിക്കുക എന്നതാണ് ഈ വിശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ ആശയം. ഈ ആയത്തിറങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കബുറ ദാലിക അലൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾക്ക് ഈ ആയത്തിറങ്ങിയപ്പോൾ വലിയ വിഷമമുണ്ടായി. കാരണം സമ്പത്ത് സൂക്ഷിച്ചു വെക്കുന്നവർക്ക് വലിയ ശിക്ഷ എന്ന് പറയുമ്പോൾ ഒന്നും സൂക്ഷിച്ചു വെക്കാൻ പാടില്ലേ, മക്കൾക്ക് വേണ്ടി ബാക്കി വെക്കാൻ പാടില്ലേ തുടങ്ങി സ്വഹാബികളുടെ കൂട്ടത്തിൽ സമ്പന്നരായ സ്വഹാബികളുണ്ട്, ഇടത്തരക്കാരായ സ്വഹാബികളുണ്ട്, പല തട്ടിലുള്ള ആളുകളും കച്ചവടക്കാരും ഒക്കെ ഉണ്ടല്ലോ. സ്വാഭാവികമായും അവരുടെ ഇടയിൽ ഇത് വലിയൊരു മാനസികമായ വിഷമമുണ്ടാക്കി. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന ഉഫർരിജു അൻകും, നിങ്ങൾക്ക് ഈ വിഷമം ഞാൻ അകറ്റിത്തരാം, ഇതിന് ഞാനൊരു പ്രതിവിധി കാണിച്ചു തരാം എന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോവുകയും ചെയ്തു. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, യാ നബി അല്ലാഹ്, ഇന്നഹു കബുറ അലാ അസ്ഹാബിക ഹാദിഹിൽ ആയ, നബിയെ ഈ ആയത്ത് അങ്ങയുടെ സ്വഹാബത്തിന് വലിയ വിഷമമുണ്ടാക്കിയിട്ടുണ്ട്, അവർ വലിയ വിമ്മിട്ടത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയതിന്റെ ശേഷം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലം യഫ്രിദു സകാത്ത ഇല്ലാ ലിയുതയ്യിബ മാ ബഖിയ മിൻ അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് അവശേഷിച്ച സമ്പത്തിനെ ശുദ്ധീകരിക്കാനല്ലാതെ അല്ലാഹു സകാത്ത് ഫർളാക്കിയിട്ടില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ അനന്തരാവകാശികളായ ആളുകൾക്ക് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയല്ലാതെ അവർക്ക് വേണ്ടി ബാക്കിയാക്കി വെക്കാനല്ലാതെ നിങ്ങൾക്ക് പിന്നെ അനന്തരാവകാശ സ്വത്തിന്റെ കണക്കും അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതായത് ഈ ആയത്ത് കൊണ്ട് അനന്തരാവകാശികൾക്ക് വേണ്ട സ്വത്ത് ബാക്കി വെക്കലും മറ്റും ഇതിൽ ഉൾപ്പെടുന്നില്ല. സകാത്തിന്റെ വിഹിതം കഴിച്ച് സകാത്ത് കൊടുത്തതിന്റെ ബാക്കിയുള്ള സ്വത്ത് ഒരാൾ ഉപയോഗിക്കുന്നത് കൊണ്ട് വിഷമമില്ല എന്ന് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫകബ്ബറ ഉമർ റളിയല്ലാഹു അൻഹു, മഹാനവർകൾ തക്ബീർ ചൊല്ലി സന്തോഷം കൊണ്ട്, സുമ്മ ഖാല ലഹു, എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു തക്ബീർ ചൊല്ലിയപ്പോൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അലാ ഉഖ്ബിറുക ബിഖൈരിൻ മാ യക്നിസുൽ മർഉ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, ഞാൻ വളരെ ഖൈറായ ഒരു നിധിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ഖൈറായ ഒരു സമ്പാദ്യത്തെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അതെ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മർഅതു സ്വാലിഹ, സ്വാലിഹത്തായ സ്ത്രീയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല സമ്പത്ത് എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അൽ മർഅതു സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണാണ്, സ്വാലിഹത്തായ പതിവ്രതയായ സ്ത്രീയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ഭാര്യമാരെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് റസൂലുള്ളാഹി തങ്ങൾ തുടർന്നു. എങ്ങനെ ഈ അൽ മർഅതു സ്വാലിഹത്തിന്റെ വിശേഷണങ്ങൾ പ്രവാചകർ പഠിപ്പിക്കുന്നു. ഇദാ നളർത ഇലൈഹാ സറതുഹു, ഇദാ നളറ ഇലൈഹാ സറതുഹു, അവൻ അവളിലേക്ക് നോക്കിയാൽ അവൾ അവനെ സന്തോഷിപ്പിക്കും. വഇദാ അമറഹാ അത്വഅതുഹു, അവൻ അവളോട് വല്ലതും കൽപ്പിച്ചാൽ അവൾ അവന് വഴിപ്പെടും. വഇദാ ഗാബ അൻഹാ ഹഫിളതുഹു, അവൻ അവളെ തൊട്ട് വിദൂരത്തായാൽ അവൾ
അവനെ തൊട്ട് സൂക്ഷിക്കേണ്ടവയെല്ലാം സൂക്ഷിക്കും. അവന്റെ സമ്പത്ത് സൂക്ഷിക്കും, അവന്റെ അഭിമാനം സൂക്ഷിക്കും, അവന്റെ മക്കളെ സൂക്ഷിക്കും, അവന്റെ ഇസ്സത്ത് സൂക്ഷിക്കും, കുടുംബം സൂക്ഷിക്കും. അതോടൊപ്പം തന്നെ അവന് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി അനുവദിച്ചു കൊടുത്ത അവളുടെ ശരീരവും അവൾ മറ്റുള്ളവരെ തൊട്ട് സൂക്ഷിക്കും. അവളാണ് അൽ മർഅത്തു സ്വാലിഹ. അങ്ങനെയുള്ള സ്ത്രീ ഒരാൾക്കുണ്ടെങ്കിൽ അത് ആ സ്ത്രീയാണ് അവന് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ലോകത്തിന് നന്മ പഠിപ്പിച്ച മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെയൊക്കെ കുടുംബത്തിൽ ജീവിക്കുന്ന നമ്മുടെ സഹോദരിമാരും നമ്മുടെ ഭാര്യമാരും നമ്മുടെ പെൺമക്കളും അടങ്ങുന്ന ആ സമൂഹത്തെക്കുറിച്ചാണ് പരിശുദ്ധ ഇസ്ലാം ഈ രീതിയിൽ പ്രഖ്യാപനം നടത്തിയത്. സ്വാഭാവികമായും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമുക്കൊരു വിചിന്തനം നടത്താവുന്നതാണ്. ഈ ഗണത്തിൽപ്പെടുന്ന സ്ത്രീകൾ ആർക്കൊക്കെ ഭാര്യമാരായി ലഭിച്ചിട്ടുണ്ട്, ആർക്കൊക്കെ ഈ ഗണത്തിൽപ്പെട്ട പെൺകുട്ടികളുണ്ട്, ഈ ഗണത്തിൽപ്പെട്ട സഹോദരിമാരുണ്ട്. തങ്ങളുടെ ഭാര്യമാർ ഈ ഗണത്തിൽപ്പെട്ടവരാണോ അല്ലേ എന്ന് ഇനി ഒരാൾ ചിന്തിക്കുന്നതിൽ അത്ര പ്രസക്തിയൊന്നുമില്ല. കാരണം ഭാര്യയെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകർ വളരെ കണിശമായ നിർദ്ദേശം നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരാൾ തന്റെ ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ, ഭാര്യയെ സെലക്ട് ചെയ്യുമ്പോൾ അവൻ തെരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയുള്ള ഭാര്യയായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. തങ്ങളുടെ ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഭാര്യയെ തെരഞ്ഞെടുത്ത ഒരാളാണെങ്കിൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ തന്റെ ഭാര്യയെക്കുറിച്ച് അയാൾ 100% സന്തുഷ്ടനായിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തുൻകഹുൽ മർഅതു ലിഅർബഇ ഖിസാൽ ലിമാലിഹാ വലിജമാലിഹാ വലിനസബിഹാ വലിദീനിഹാ. ഒരു പെണ്ണിനെ 4 കാര്യങ്ങൾക്ക് വേണ്ടി നിക്കാഹ് ചെയ്യപ്പെടും. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്? അവളുടെ സമ്പത്തിന് വേണ്ടി, അവളുടെ ഭംഗിക്ക് വേണ്ടി, അവളുടെ കുടുംബത്തിന്റെ മഹിമക്ക് വേണ്ടി, അതുപോലെ തന്നെ അവളുടെ ദീനിന് വേണ്ടി. ഈ 4 കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് ഒരു പെണ്ണിനെ വിവാഹം ചെയ്യപ്പെടും. 4ഉം പരിഗണിക്കപ്പെടും. ചില ആളുകൾ സമ്പത്ത് നോക്കിയിട്ട്, ചില ആളുകൾ സൗന്ദര്യം നോക്കിയിട്ട്, ചില ആളുകൾ തറവാട്ട് മഹിമ നോക്കിയിട്ടൊക്കെ വിവാഹം ചെയ്യും. എന്നാൽ അതുപോലെ തന്നെ വലിദീനിഹ, സ്ത്രീകളുടെ ദീന് നോക്കിയിട്ടും വിവാഹം ചെയ്യും. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വളരെ പ്രത്യേകമായ ഒരു വാക്ക് പറഞ്ഞു, ഫൾഫർ ബിദാത്തിദ്ദീൻ. ദീനുള്ള പെണ്ണിനെ കൊണ്ട് നീ വിജയിക്കുക എന്ന്. ദീനുള്ള പെണ്ണിനെ കൊണ്ട് വിജയിക്കുക. ദീനുള്ള പെണ്ണിനെ, ഈ 4 ഗണത്തിലും ദീനുള്ള പെണ്ണിനെ ഒരാൾ സെലക്ട് ചെയ്താൽ അവന് പിന്നീട് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. സൗന്ദര്യം തെരഞ്ഞെടുത്തവന് അവന്റെ ഭാര്യയുടെ സൗന്ദര്യം ക്ഷയിക്കലോടുകൂടെ 2 പ്രസവം കഴിഞ്ഞാൽ അവന്റെ മനസ്സിന് വേദന തുടങ്ങും. അതേപോലെ തന്നെ സമ്പത്ത് തെരഞ്ഞെടുത്തുകൊണ്ട് വിവാഹം ചെയ്തവനാണെങ്കിലും ഇതുപോലെ തന്നെയാണ്. സമ്പത്ത് നശിച്ചാൽ അവന്റെ ആ മനസ്സിന്റെ സുഖവും സന്തോഷവും താൽക്കാലികം മാത്രമാണ്. അതേപോലെ തന്നെ കുടുംബ മഹിമയും, കുടുംബത്തിന് ചീത്തപ്പേര് വന്നാൽ തറവാട്ട് മഹിമയൊക്കെ അതേപോലെ തന്നെ അവന് വലിയ ഭാരമായി മാറും. എന്നാൽ ഒരു പെണ്ണിന്റെ ദീന്, ആ ദീനുള്ള പെണ്ണിനെ ഒരാൾ വിവാഹം ചെയ്താൽ ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ടുണ്ട്. കാരണം അവൻ ദീൻ കുറഞ്ഞവനാണെങ്കിൽ തന്നെ അവൾ വഴി അവൻ കൂടുതൽ ദീനിനോട് അടുക്കാനും അവന്റെ ആഖിറം രക്ഷപ്പെടാനും കാരണമാകും അവന്റെ ഭാര്യ. മറ്റൊന്ന്, അവന്റെ മക്കളെ അവൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും അവന്റെ ഭാര്യ ഉഖറവിയായ മക്കളാക്കി വളർത്തിയെടുക്കും. അവന്റെ കുടുംബത്തിൽ ദീനിയായ ചൈതന്യം നിലനിൽക്കും. അവന്റെ ഏത് മേഖലയിലും ദീനിയായ ചുറ്റുപാടുകൾ കണ്ടെത്താനും സാധിക്കും. ഇത് പെണ്ണിനെ ആശ്രയിച്ചിരിക്കും. കാരണം അൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ. ഒരു സ്ത്രീ അവളുടെ ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ് എന്നാണ് പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവളുടെ ഭരണകേന്ദ്രമായ ഭർത്താവിന്റെ ഭവനം പരിശുദ്ധമായ ദീനി ചട്ടക്കൂട്ടിലാക്കാൻ ഒരു പെണ്ണിനെ കൊണ്ട് സാധിക്കും. അതിനെന്തു വേണം? അവൻ ദീനുള്ള പെണ്ണിനെ തെരഞ്ഞെടുക്കണം. അങ്ങനെ തെരഞ്ഞെടുത്ത ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം നാട് മുഴുവനും കുലുങ്ങിയാലും തന്റെ ഭാര്യയുടെ കാര്യത്തിൽ 100% അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് സ്വസ്ഥമായി കിടന്നുറങ്ങാം. തന്റെ മകളെ ആ രീതിയിൽ വളർത്തിയ ഒരു ഭർത്താവിനും 100% സന്തോഷിക്കാം. തന്റെ സഹോദരി ആ രീതിയിലുള്ള ഒരു പെണ്ണാണ് എങ്കിൽ ഏതൊരു പുരുഷനും സഹോദരിയുടെ കാര്യത്തിൽ അഭിമാനിക്കാം.
അള്ളാഹു തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഭാര്യയെ വിവാഹം ചെയ്ത ആളുകളുണ്ടാകും, വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും, വിവാഹപ്രായമെത്തി നിൽക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടാവാം. അവരൊക്കെ ഈ വിഷയത്തെ ഗൗരവമായി കാണുകയും ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോൾ ഇത് വളരെ കണിശമായി പാലിക്കുകയും ചെയ്യണം എന്ന് സാന്ദർഭികവശാൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം. ഒരാൾ വിവാഹം ചെയ്ത് കഴിഞ്ഞ് നമ്മളൊക്കെ പ്രവാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും 2 മാസത്തെ ലീവിന് പോയിട്ട് വിവാഹം ചെയ്ത് പെണ്ണ് കണ്ടു കിട്ടാൻ തന്നെ ഏകദേശം 1 മാസം പിടിച്ചിട്ടുണ്ടാകും. എങ്കിൽ തന്നെ അവന്റെ കല്യാണം കഴിഞ്ഞ് 15ഓ 20ഓ ഏറിയാൽ 1 മാസം നാട്ടിൽ താമസിച്ച് വിദേശത്തേക്ക് വീണ്ടും വലിയ പ്രയാസത്തോടുകൂടെ കരഞ്ഞുകൊണ്ട് പറന്നു വന്നവരാണ് നമ്മൾ. ഇനി അടുത്ത വർഷമേ നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള അവസരമുള്ളൂ. 15ഓ 20ഓ ദിവസം ഒരു പെണ്ണിന്റെ ചൂര് ആസ്വദിച്ചു തുടങ്ങിയപ്പോഴേക്ക് അവളിൽ നിന്ന് പറിച്ചു മാറ്റപ്പെട്ടവരാണ് നമ്മൾ. ഇനി നമ്മൾ വലിയ സ്വപ്നമായി കാണുന്നത് നമ്മുടെ ഭാര്യയുടെ അടുക്കിലേക്ക് തിരിച്ചു ചെല്ലലാണ്. അതേപോലെ തന്നെ മറ്റു ചില ആളുകൾ അവർ പ്രവാസ ജീവിതം നയിക്കുന്നുണ്ട് വർഷങ്ങളോളം. ഇപ്പോ GCCയിൽ പല രാജ്യങ്ങളിലും 3 വർഷം 2 വർഷം കഴിഞ്ഞ് നാട്ടിൽ പോകുന്ന ആളുകളാണ് കൂടുതൽ. 2 വർഷത്തിൽ താഴെ നാട്ടിലേക്ക് പോകുന്ന ആളുകൾ വളരെ കുറവാണ്. അധികം ആളുകളും 2-3 വർഷങ്ങളൊക്കെ കൂടുമ്പോൾ നാട്ടിലേക്ക് പോകുന്ന ആളുകളാണ്. അവരുടെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവരും അവരുടെ ഭാര്യമാരും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് 3 വർഷം കൂടുമ്പോൾ 6 മാസത്തെയോ 4 മാസത്തെയോ ലീവിന് വരുന്ന ഒരു ഭർത്താവ് മാത്രമാണ് അവരുടെ മുന്നിലുള്ളത്. അതിൽ 2-3 അതിൽ ഒരു കുട്ടിയെ അല്ലെങ്കിൽ ചിലപ്പോൾ 2 കുട്ടികളെ സമ്മാനിച്ച് അയാൾ തിരിച്ചു പറക്കും. ആ കുട്ടിയെ പ്രസവിച്ച് ഏകദേശം 3-3.5-4 വയസ്സാകുമ്പോഴാണ് ഈ ഭർത്താവ് രണ്ടാമത് വരുന്നത്. അടുത്ത പ്രസവത്തിനുള്ള സജ്ജയായി കഴിഞ്ഞു ഭാര്യ. ഇതാണ് ഒരു ശരാശരി ഗൾഫുകാരന്റെ ജീവിതം എന്ന് പറയുന്നത്. ഇതിനിടയിൽ ഒരുപാട് അപകടകരമായ മുഹൂർത്തങ്ങൾ ഈ സ്ത്രീക്ക് വരാനുണ്ട്. പ്രത്യേകിച്ച് കേരളീയ പശ്ചാത്തലത്തിൽ മുമ്പുണ്ടായിരുന്ന അവസ്ഥയല്ല ഇന്നുള്ളത്. പ്രവാസം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 40ഓളം വർഷമേ ആയിട്ടുള്ളൂ അറേബ്യൻ രാജ്യങ്ങളിലേക്ക് യുവാക്കൾ മഈശത്ത് തേടി വരാൻ തുടങ്ങിയിട്ട്. എന്നാൽ അതിന്റെയും മുമ്പ് വലിയ പ്രവാസം അനുഭവിച്ച, അതിന്റെ ചൂടനുഭവിച്ച സഹോദരിമാരും സഹോദരന്മാരും കേരളത്തിലും ഇന്ത്യയിലുമുണ്ട്. അതായത് ബ്രിട്ടീഷുകാരന്റെ നരനായാട്ട് നടക്കുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരൻ ഏതൊരു വീട്ടിലും ചോരത്തിളപ്പുള്ള പ്രായപൂർത്തിയായ ചെറുപ്പക്കാരെ മുഴുവനും പിടിച്ചുകൊണ്ടുപോയി ആൻഡമാൻ ദ്വീപിലേക്ക് നാടുകടത്തുന്നു. അല്ലെങ്കിൽ ഒരിക്കലും വിചാരണയില്ലാത്ത അവരുടെ തടവറകളിലേക്ക് അവർ തള്ളിയിടുന്നു. വർഷങ്ങളോളം തന്റെ ഭാര്യയിൽ നിന്ന് പറിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ഈ മനുഷ്യൻ എന്ന് തിരിച്ചു വരും എന്ന് പോകുന്നവനും അറിയില്ല, ഭാര്യയ്ക്കും അറിയില്ല. അങ്ങനെ വർഷങ്ങളോളം പ്രവാസം പോലെ അനുഭവിച്ച ഒരു വലിയ തലമുറ നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ആ കാലഘട്ടങ്ങളിലൊന്നും ബ്രിട്ടീഷുകാര് പിടിച്ചുകൊണ്ടുപോയ ഭർത്താവിന്റെ വിധവയെപ്പോലെ കഴിയുന്ന ഭാര്യ, ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യ, ആ ഭാര്യയുടെ അടുക്കലേക്ക് ഒരിക്കലും മറ്റൊരു കണ്ണുകളുമായി കാമവെറിയന്മാർ എത്തി നോക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. എന്താണ് കാരണം? ആ പെണ്ണിന്റെ വീടും അവളുടെ വീടിന്റെ പശ്ചാത്തലവും ചുറ്റുപാടുകളുമായിരുന്നു. എന്നാൽ ഇന്നങ്ങനെയല്ല. മാത്രമല്ല ഭക്ഷണത്തിന്റെ രീതിയിലുമൊക്കെയുള്ള മാറ്റങ്ങൾ. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആളുകളുടെ മുന്നിലുള്ള ഏറ്റവും മുഖ്യമായ വിഷയം എന്ത് എന്ന് ചോദിച്ചാൽ ലൈംഗികതയാണ്. ഒരാൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും നന്മ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അയാൾ അതിന് പ്രത്യുപകാരമായി കാണുന്നത് അയാളിൽ നിന്ന് ലൈംഗികമായി എങ്ങനെ ഇത് ചൂഷണം ചെയ്യാം എന്നതാണ്. അയൽവാസിയോട് ഒരുപക്ഷെ ഒരു പ്രയാസഘട്ടത്തിൽ തന്റെ മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു സ്ത്രീ അയൽവാസിയായ ഒരു ചെറുപ്പക്കാരനോട് പണം കടം വാങ്ങിപ്പോയാൽ അയൽവാസിയായ ആ ചെറുപ്പക്കാരൻ ധൈര്യസമേതം പണമെടുത്തു കൊടുക്കുന്നു. പണമെടുത്തു കൊടുക്കുമ്പോ അവൻ അവളോട് പറയുന്നു, ഉണ്ടാകുമ്പോ തിരിച്ചു തന്നാൽ മതി. കാരണം അവൾക്ക് പണം കൊടുക്കുമ്പോഴും അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവന്റെ കണക്ക് കൂട്ടലുകളും മറ്റു പലതുമാണ്. ഇവൾ പണം തിരിച്ചു തരാൻ വൈകുകയോ അതല്ലെങ്കിൽ ഇവൾക്ക് തിരിച്ചു തരാൻ സാധിക്കാതെ വരികയോ, ഇനി അതുമല്ലെങ്കിൽ അവൾക്ക് ഈ പണം കടം കൊടുത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവളെ സഹായിച്ചതിന്റെ പേരിൽ പിന്നീട് അവളിൽ നിന്ന് നേടിയെടുക്കാവുന്നതെല്ലാം നേടിയെടുക്കാം. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു അയൽവാസിയായ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കുന്നവൻ പോലും ചിന്തിക്കുന്നത്. രാഷ്ട്രീയക്കാരായാലും
വാർഡ് മെമ്പർമാരായാലും എല്ലാവരുടെയും സ്ഥിതി ഇത് തന്നെയാണ്. ചികിത്സയ്ക്ക് ഇരിക്കുന്ന ചികിത്സാ രംഗത്ത് ആതുര സേവനം നടത്തുന്നവർ പോലും ലൈംഗിക ചൂഷണം നടത്തുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊരു വ്യക്തിയുടെയും മനസ്സിലും അവന്റെ ചിന്തയിലും ഒന്നാം സ്ഥാനം ലൈംഗികതയ്ക്കാണ്. അത് ഇപ്പോൾ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വിപത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരുപാട് സാഹചര്യങ്ങളാണ്. ഏതുപോലെ ഭക്ഷണത്തിലുള്ള മാറ്റം, സാമ്പത്തികമായ മനുഷ്യന്റെ ഉയർച്ച, ദാരിദ്ര്യം നഷ്ടപ്പെട്ടതുകൊണ്ട് മുൻകാലത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും മുഖ്യമായ വിഷയം അവരുടെ വയറായിരുന്നു. അവരുടെ കുഞ്ഞുങ്ങളുടെയും അവരുടെ കുടുംബത്തിന്റെയും വയറായിരുന്നു. അവർക്ക് വേണ്ട ഭക്ഷണത്തിനുള്ള വക കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് സമൂഹത്തിന് സമ്പത്ത് വർദ്ധിച്ചു. ഇന്ന് ഭക്ഷണത്തിന്റെ കാര്യത്തിലും വയറിന്റെ കാര്യത്തിലും മനുഷ്യന് ചിന്തയേ ഇല്ല. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് വയർ പൂർത്തിയാക്കാനുള്ള എല്ലാ മാർഗവും അവന്റെ മുന്നിലുണ്ട്. എന്നാൽ അതുകൊണ്ട് തന്നെ സുഖലോലുപനായി വയറ് നിറച്ച് കിടക്കുന്ന ആ മനുഷ്യന്റെ മുന്നിൽ പിന്നെ അടുത്ത ഏറ്റവും വലിയ വിനോദമായി അവന് തോന്നുന്നത്, രസമായി അവന് തോന്നുന്നത് ലൈംഗികമായ സുഖമാണ്. മീഡിയ അതുപോലെ തന്നെ മറ്റു സോഷ്യൽ നെറ്റ്വർക്ക് രംഗങ്ങളിലൊക്കെ ഈ ലൈംഗിക ചുവയുള്ള സംസാരങ്ങളും മറ്റും ധാരാളം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരു പരസ്യം, ഒരു ടെക്സ്റ്റൈൽസിന്റെ പരസ്യം, എന്തിനധികം ഒരു ക്യാൻസർ രോഗിക്ക് ചികിത്സ കൊടുക്കുന്ന പരസ്യത്തിൽ പോലും നഗ്നയായ ഒരു സെക്സിയായ പെണ്ണിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് പരസ്യം ചെയ്യപ്പെടുന്നു. ഇങ്ങനെ തീർത്തും ലൈംഗികതയിലേക്ക് മനുഷ്യനെ കൊത്തിവലിക്കാൻ ചില കഴുകൻ കണ്ണുകൾ നമ്മുടെ പരിസരത്ത് നിൽക്കുമ്പോൾ അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ധാരാളമുണ്ട്. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ ഇടയിൽ നമ്മുടെ ഭാര്യമാരെ ഉപേക്ഷിച്ചുകൊണ്ട് നാട് വിട്ടു വന്നവരാണ് നമ്മൾ എന്ന് മാത്രമല്ല. ഞാൻ ഒരു വിഷയം പറയാം. എന്റെ നാടിന്റെ അടുത്ത് എനിക്ക് പരിചയമുള്ള ഒരു എന്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു സംഭവം ഞാൻ പറയാം. ആ സുഹൃത്ത് പറഞ്ഞ ഒരു സംഭവം വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ അയൽവാസിയായ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഭർത്താവ് അയാൾ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. സെക്യൂരിറ്റി ജീവനക്കാർ എന്ന് പറഞ്ഞാൽ അവർ പകൽ ഉറങ്ങുന്നവരും രാത്രി ഉറക്കമിളക്കുന്നവരുമാണ്. അവർ ഏതെങ്കിലും ജ്വല്ലറികൾക്കോ ടെക്സ്റ്റൈൽസുകൾക്കോ കാവലിരിക്കുന്ന ജോലിയാണല്ലോ. അതുകൊണ്ട് തന്നെ രാത്രി ഇശാനിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ ഇയാൾ വീട്ടിൽ നിന്നും പോകും. ഇയാൾ വീട്ടിൽ നിന്നും ജോലിക്ക് പോയി രാവിലെയാണ് ഇയാൾ തിരിച്ചു വരിക. ഇയാൾ തിരിച്ചു വരുന്നത് വരെ ഈ സ്ത്രീയുടെ കൂടെ കിടക്കുന്നത് എന്റെ സുഹൃത്തിന് പരിചയമുള്ള അവന്റെ ഒരു സുഹൃത്താണ്. അതായത് ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ സ്വന്തം ഭർത്താവിന്റെ കിടപ്പറയിലേക്ക് മറ്റൊരുത്തനെ വിളിച്ച് ക്ഷണിച്ചു വരുത്തി കൂടെ കിടത്തുന്ന ഒരു പെണ്ണ്. മാത്രമല്ല ഈ പുരുഷനാവട്ടെ രാത്രി ഉറക്കമുളച്ച് സെക്യൂരിറ്റി തൊഴിലാളിയായതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞാൽ പകൽ സമയത്ത് അദ്ദേഹം ഗാഠമായ നിദ്രയിലുമാണ്. ഭാര്യയ്ക്ക് രാത്രി കള്ളക്കാമുകന്റെ കൂടെ ഉറക്കം, പകൽ സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന ഒരു ഭർത്താവ്. അപ്പൊ പ്രവാസം എന്ന് മാത്രമല്ല, നാട്ടിലുള്ള സ്ത്രീകൾ തന്നെ ചില സ്ത്രീകളിൽ ഇത്തരം സ്വഭാവം രൂഢമൂലമായി കഴിഞ്ഞിട്ടുണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചികിത്സയില്ല. ഭർത്താവ് ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും അവൾ മറ്റൊരുത്തന് വേണ്ടി കിടപ്പറ വിരിച്ചേക്കാം. അത് ഒരു രോഗമാണ്. അവരെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ അർത്ഥവുമില്ല. പക്ഷെ മാന്യകളും കുടുംബത്തിൽ പിറന്ന അന്തസ്സുള്ള തറവാട്ടുകാരുമായ പല സ്ത്രീകളുടെയും പല വാർത്തകളും പുറത്തു വരുമ്പോൾ നമ്മൾ നെട്ടിത്തെരിച്ചു പോകുന്നു. അതിനുള്ള സാഹചര്യങ്ങളെ കുറിച്ച് ഒരു ചെറിയ പഠനമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ ചർച്ചകൾ നമ്മൾ നടത്തി കഴിയുമ്പോൾ ഒരാളും തന്റെ ഭാര്യയോട് സംശയത്തോടുകൂടെ നോക്കാൻ പാടില്ല. നല്ല നിലയിൽ കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തെ, ഒരു ദമ്പതികളെ സംശയിപ്പിക്കുക എന്നതല്ല നമ്മൾ ചെയ്യുന്ന തൊഴിൽ നമ്മൾ ചെയ്യുന്ന ധർമ്മം. അങ്ങനെ ആരും മനസ്സിലാക്കരുത്. നല്ല നിലയിൽ കഴിയുന്ന ഒരു കുടുംബത്തെ, ഒരു ദമ്പതികളെ പരസ്പരം സംശയിപ്പിക്കുന്ന ഒരു പ്രക്രിയ അല്ല നമ്മൾ ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീയെ കുറിച്ചാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ. ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് പതിവ്രതയായ സ്വാലിഹത്തായ ഭാര്യയാണ് എന്ന്, പതിവ്രതയായ സ്ത്രീയാണ് എന്ന്. ഈ പ്രവാചകരുടെ ഈ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വലിയ ഒരു വിഷയമുണ്ട്. അതായത് അള്ളാഹുവിന്റെ ഭൂമിയിൽ സ്ത്രീയോളം പരിശുദ്ധയായ മറ്റൊരു സ്വത്തും ഇല്ല. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം മാനസികമായും ശാരീരികമായും അവന് സന്തോഷം നൽകുന്ന മറ്റൊരു ഘടകവും ഇല്ല. എന്ന് പറഞ്ഞാൽ പെണ്ണ് അത്രയും നല്ലവളാണ്.
സ്ത്രീ പൊതുവെ നല്ലവളാണ്, അവൾ പവിത്രയാണ്, അവൾ ഭർത്താവിനെ വിട്ട് മറ്റൊരു പുരുഷനെ ആഗ്രഹിക്കാത്തവളാണ്. സ്ത്രീയുടെ മനഃശാസ്ത്രം അങ്ങനെയാണ്. പുരുഷൻ ഒരുപക്ഷെ അവന്റെ ഭാര്യയെ വിട്ട് മറ്റൊരു സ്ത്രീയുടെ നഗ്നത കണ്ടാൽ അത് നോക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. അതിലേക്ക് ചാൻസ് കിട്ടിയാൽ നോക്കാനുള്ള അവസരം സൃഷ്ടിക്കുന്നവനുമാണ്. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവല്ലാത്ത മറ്റൊരാളെയും ആഗ്രഹിക്കാത്തവളാണ് അവൾ. അവൾക്ക് അങ്ങനെ ഒരു ചിന്ത ഇല്ല. അവളുടെ മനഃശാസ്ത്രം അതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ഒരു പുരുഷന് 4 വരെ വിവാഹം ചെയ്യാൻ ഇസ്ലാം അനുവദിച്ചു. എന്നാൽ ഒരു സ്ത്രീക്ക് 4 പുരുഷന്മാരെ ഭർത്താവായി സ്വീകരിക്കുന്ന സംവിധാനം ഇസ്ലാമിലില്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒരു സംവിധാനം സ്ത്രീകൾക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്നതല്ല. ഒരു സ്ത്രീയും അത് ഇഷ്ടപ്പെടുന്നില്ല. മാന്യ കുടുംബത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അത് അറപ്പോടെയും വെറുപ്പോടെയും മാത്രമേ കാണാൻ കഴിയൂ. അവരുടെ സംസാരത്തിലും അവരുടെ പ്രയോഗത്തിലും ഒക്കെ അത് നമുക്ക് കാണാൻ സാധിക്കും. തന്റെ ഭർത്താവല്ലാതെ ഒരാളെയും അവർ ആഗ്രഹിക്കുന്നില്ല. ആ ഗണത്തിലാണ് എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെയും ഭാര്യമാർ, ഓരോരുത്തരുടെയും സഹോദരിമാർ. ഇത് നമ്മൾ ആമുഖമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഈ ഫ്ലാറ്റിൽ നിന്നുകൊണ്ടാണ് ഇനി നമ്മുടെ ചർച്ച. അല്ലെങ്കിൽ ഒരുപാട് അബദ്ധങ്ങളും അനർത്ഥങ്ങളും ഈ ചർച്ച കൊണ്ട് സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്റെ ഭാര്യ വളരെ നല്ലവളും വളരെ പവിത്രയുമാണ്. എന്നെ അല്ലാതെ മറ്റൊരാളെയും ആഗ്രഹിക്കാത്തവളാണ്. ഞാനല്ലാതെ മറ്റൊരാളെയും ഇഷ്ടപ്പെടുകയോ സ്നേഹിക്കുകയോ ചെയ്യാത്തവളാണ് എന്റെ ഭാര്യ എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. അത് സ്ത്രീ അങ്ങനെ തന്നെയാണ്. ഏതൊരു മാന്യയായ സ്ത്രീയുടെയും സ്വഭാവവും അത് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് ചില അനർത്ഥങ്ങൾ സംഭവിക്കുന്നു? ഈ അടുത്ത് പുറത്തു വന്ന ചില വാർത്തകളിലേക്ക് ഞാൻ ഒരു ചെറിയ ഒരു ശ്രദ്ധ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതായത് ഈ അടുത്ത് പുറത്തു വന്ന ഏതാനും ചില വാർത്തകൾ, എല്ലാം വായിക്കുന്ന കൂട്ടത്തിലല്ല നമ്മൾ. എന്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത് പറയുകയുണ്ടായി, സ്പോർട്സിന് പേജ് അനുവദിച്ചതുപോലെ, ചരമകോളം അനുവദിച്ചതുപോലെ ചാടിപ്പോക്കിന് ഒരു കോളം അനുവദിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് എന്റെ ഒരു സുഹൃത്ത് തമാശ പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ചാടിപ്പോയ കഥയില്ലാത്ത ഒരു വാർത്തയുമില്ല. ഒരു പുരുഷന്റെ കൂടെ ചാടിപ്പോയ വാർത്തയില്ലാത്ത ഒരു പത്രം, അല്ലെങ്കിൽ ഒരു വാർത്ത, ഒരു ന്യൂസ് പുറത്തു വരുന്നില്ല. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ചാടിപ്പോയതും ചാടിച്ചു കൊണ്ടുപോയതുമായ ഒളിച്ചോട്ടത്തിന്റെ കഥകളാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഗൾഫുകാരന്റെ ഭാര്യയാണ്. അതല്ലെങ്കിൽ മറ്റു ചാടിച്ചു കൊണ്ടുപോകുന്ന ആളുകളാണെങ്കിലോ അന്യമതസ്ഥരും, അത് തന്നെ കണ്ടാൽ പോലും അറപ്പ് തോന്നുന്ന രീതിയിലുള്ള ഒന്നിനും പറ്റാത്ത ഈഴവ സമുദായത്തിൽപ്പെട്ട ചെറമക്കൾ എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടില്. അങ്ങനെയുള്ള ആളുകളുടെ കൂടെയാണ് സുന്ദരികളായ പെൺകുട്ടികൾ ഇറങ്ങിപ്പോകുന്നത് പല ഘട്ടത്തിലും. എന്തുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങൾ സംഭവിക്കുന്നത്? ഇതിൽ നമുക്ക് പുരുഷന്മാർക്ക് വല്ല പങ്കുമുണ്ടോ? ഉണ്ടെങ്കിൽ എന്ന് നമ്മൾ പഠനം നടത്തണം. ഞാൻ പറയുന്നു, പുരുഷന്മാർക്കും ഇതിൽ നല്ല ഒരു പങ്കുണ്ട്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും നാട്ടിലുള്ള പുരുഷന്മാരുടെ ഭാര്യമാരും പോകുന്നുണ്ട്. ഇത് പ്രവാസികൾക്ക് മാത്രം തീരെഴുതി കൊടുത്ത ഒരു സംവിധാനമാണ് എന്നാരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആവർത്തിക്കുന്നില്ല. പുരുഷന്മാർക്ക് ഇതിൽ പങ്കുണ്ടോ? അത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞു, നമ്മുടെ ഭാര്യയെ നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ നമ്മൾ പവിത്രയായ ദീനുള്ള ഭാര്യയെ സെലക്ട് ചെയ്തിരുന്നുവെങ്കിൽ വലിയൊരു ആശ്വാസമാകുമായിരുന്നു. അങ്ങനെ സെലക്ട് ചെയ്ത ആളുകളായിരിക്കും എന്റെ ശബ്ദം കേൾക്കുന്ന മിക്കവാറും ആളുകൾ. അല്ലാത്ത ആളുകൾക്ക്, അത് കാര്യമായി പരിഗണിച്ചിട്ടില്ലാത്ത ആളുകൾ ഒരുപക്ഷെ ഇപ്പോൾ തന്റെ ഭാര്യ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം. അവർക്ക് അവളെ നന്നാക്കിയെടുക്കാൻ സാധിക്കും. അവന്റെ വ്യക്തിത്വത്തിലൂടെ, അവന്റെ പെരുമാറ്റത്തിലൂടെ, അവന്റെ സ്വഭാവ വൈശിഷ്ട്യത്തിലൂടെ അവളെ മാറ്റിയെടുക്കാൻ അവനെ കൊണ്ട് സാധിക്കും. അതിനും ശ്രമം നടത്തേണ്ടതുണ്ട്. ഇനി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഭർത്താവും ഒരു ഭാര്യയും, ഒരു ഭർത്താവ് അവന്റെ ഭാര്യയോട് സംസാരിക്കുമ്പോൾ ഏതൊരു പുരുഷനും അവന്റെ ഭാര്യയെ അളവറ്റ് സ്നേഹിക്കുന്നുണ്ട്. ഏതൊരു പുരുഷനും അവന്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട്. പലപ്പോഴും പല വിഷയത്തിലും നമ്മൾ ഭാര്യമാരോട് അകലം പാലിച്ചാൽ പോലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഭാര്യ. നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് അവൾ. ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുന്ന എന്ന ഖുർആന്റെ ആ ശൈലി വളരെ പ്രസക്തമാണ്. അതായത് അവർ നിങ്ങളുടെ വസ്ത്രങ്ങളാണ്, നിങ്ങൾ അവരുടെ വസ്ത്രവുമാണ് എന്ന് പറഞ്ഞാൽ
ഒരു മനുഷ്യന്റെ എല്ലാവിധ സ്വകാര്യതകളും രഹസ്യങ്ങളോടും സ്വകാര്യതകളോടും ഒട്ടിച്ചേർന്ന് ഇഴകിച്ചേർന്ന് കിടക്കുന്നതാണ് ആ മനുഷ്യന്റെ വസ്ത്രം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ കണ്ണുകളിൽ നിന്നും, മറ്റുള്ള ദുർചിന്തകളിൽ നിന്നും, മറ്റുള്ള അക്രമങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും ആ വസ്ത്രം അവനെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ നിലക്കും ശാരീരികമായ ചൂട് പോലുള്ള വിഷയങ്ങളിലാണെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ നഗ്നത കാണുന്നതിനാണെങ്കിൽ അങ്ങനെ. ആ അർത്ഥത്തിലാണ് ഒരു ഭാര്യയും ഭർത്താവും. അതായത് ഭാര്യയുടെ എല്ലാ സ്വകാര്യതകളും അറിയുന്നവനും, മറ്റുള്ളവരിൽ നിന്ന് അവളുടെ സ്വകാര്യതകൾ മറക്കേണ്ടുന്നവനും, അവളുടെ ശരീരത്തോട് ഏറ്റവും ഇഴകിച്ചേർന്ന് കിടക്കുന്നവനുമാണ് ഭർത്താവ്. ഭാര്യ തിരിച്ചും അങ്ങനെയാണ്. ഇതാണ് ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുന്ന എന്ന വിശുദ്ധ ഖുർആനിന്റെ ആ പ്രയോഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രസക്തമായൊരു വിഷയം. അപ്പോ ഭാര്യയും ഭർത്താവും അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഈഗോ പ്രശ്നം? ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ എന്തിനാണ് ഈഗോ? അത് അങ്ങനെയുള്ള ഈഗോ പലപ്പോഴും ഭാര്യ ഭർത്തൃ ബന്ധത്തെ വഷളാക്കുന്നുണ്ട്. ആ ഈഗോ ഏതൊരു ഭർത്താവും മാറ്റിവെക്കേണ്ടതുണ്ട്. അതായത് ഏതൊരു ഭർത്താവും ഭാര്യയെ സ്നേഹിക്കുന്നു, പക്ഷേ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല. സ്നേഹം പ്രകടിപ്പിക്കണം. സ്നേഹം പല ആളുകളും വലിയ അഭിമാനമായിട്ട് പറയും, എനിക്കെന്റെ ഭാര്യനോട് വലിയ സ്നേഹമാണ്, പക്ഷെ അത് പ്രകടിപ്പിക്കാറില്ലാന്നേ ഉള്ളൂ. അവനാണ് ഏറ്റവും വലിയ വിഡ്ഢി. ഭാര്യയെ സ്നേഹിച്ച്, ഉള്ളിൽ സ്നേഹിച്ച് പുറത്തവളോട് ദേഷ്യം കാണിച്ചാൽ നിന്റെ ഭാര്യ വലിയ തായിക്കോണമെന്നില്ല. അവൾക്ക് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ നിന്റെ കൽവ് കാണാൻ കഴിഞ്ഞോളണമെന്നൊന്നുമില്ല. അപ്പൊ നിന്റെ ഹൃദയത്തിലുള്ള സ്നേഹം നിന്റെ ഭാര്യ കണ്ടുകൊള്ളണമെന്നുമില്ല. നിന്റെ ഭാര്യ കാണുന്നത് നിന്റെ സ്വഭാവം പുറത്ത് എന്ത് കാണുന്നു എന്നതാണ്. നിന്റെ മുഖഭാവം അനുസരിച്ചാണ് നിന്റെ സ്വഭാവത്തെ അവൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ സ്നേഹം വെച്ച് പുറത്ത് ദേഷ്യം കാണിച്ചാൽ നിന്റെ ഭാര്യയെ നീ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഭാര്യയോട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഭർത്താവ് ശ്രദ്ധിക്കേണ്ടത്, സ്നേഹം പ്രകടിപ്പിക്കണം. അവളോട് സ്നേഹം പ്രകടിപ്പിക്കണം. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ അങ്ങനെയാണ്. അവളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവളെ സൃഷ്ടിച്ചത് അങ്ങനെയാണ്. അവളോട് സ്നേഹം പ്രകടിപ്പിക്കുക. നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പല ആളുകളും നാട്ടിൽ നിന്ന് ഭാര്യ മിസ് കോൾ അടിച്ചാലല്ലാതെ ഫോൺ വിളിക്കില്ല. എന്തുകൊണ്ട്? അവള് മിസ് കോൾ അടിക്കട്ടെ, അവള് മിസ് കോൾ അടിച്ചെങ്കിലേ ഞാൻ വിളിക്കുള്ളൂ, അല്ലാതെ ഞാൻ വിളിക്കുന്നത് മോശല്ലേ, ഞാൻ അത്ര ചെറുതാകാൻ പാടില്ലല്ലോ എന്നാണ്. സത്യത്തിൽ ഇവൻ വലിയ വിഡ്ഢിയാണ്. ആരുടെ മുന്നിലാ ഇവൻ ചെറുതാകുന്നത്? ഹുന്ന ലിബാസുല്ലക്കും വാൻതുൽ ലിബാസുല്ലഹുന്ന എന്ന് പറഞ്ഞ അവന്റെ എല്ലാം അറിയുന്ന അവന്റെ ഭാര്യയുടെ മുമ്പിൽ എന്ത് ചെറുതാവാൻ? ഒരിക്കലും ആ ചിന്ത ഒരു പുരുഷനിൽ ഉണ്ടാവാൻ പാടില്ല. ഭാര്യയുടെ മിസ് കോൾ കാത്തിരിക്കരുത്. അവൾക്ക് പല കാരണങ്ങളാൽ മിസ്സടിക്കാൻ സാധിക്കാതെ വന്നേക്കാം. ഒരു പക്ഷേ കുടുംബത്തിൽ നമുക്കറിയാം, വീടുകളിൽ പിടുപ്പതി ജോലി ഏതൊരു സ്ത്രീകൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ തിരക്കുകൾക്കിടയിൽ അവൾക്ക് വിളിക്കാനും മിസ്സടിക്കാനും സാധിച്ചു കൊള്ളണമെന്നില്ല. അത് മനസ്സിലാക്കേണ്ട ആളുകൾ നമ്മളാണ്. അത് കാത്തിരിക്കാതെ അവളെ വിളിക്കണം. അവളെ വിളിച്ചിട്ട് നമ്മൾ സാധാരണ പ്രവാസികളിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്. ഭാര്യയോട് വിളിച്ചാൽ അവൾ ആദ്യം വിളിച്ചപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. ഒരു പക്ഷെ അവൾ ബാത്റൂമിലായിരിക്കാം, അതല്ലെങ്കിൽ അവൾ കുട്ടികളെ ബാത്റൂമിൽ കൊണ്ടുപോയതായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി പുറത്തെവിടെയെങ്കിലും ആവാം. പക്ഷെ നമ്മുടെ ഫോൺ ബെല്ലടിച്ചത് അവൾ കേട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാര്യ ഫോൺ എടുത്തില്ല. ആദ്യം അടിച്ചു, എടുത്തില്ല. രണ്ടാമതും അടിച്ചു, എടുത്തില്ല. പിശാച് ഈ പ്രവാസിയുടെ ഹൃദയത്തിൽ കിടന്ന് കളിക്കാൻ തുടങ്ങി. എന്താ എന്റെ ഭാര്യ ഫോൺ എടുക്കാത്തത്? ആരുടെ കൂടെ അവിടെ പോയിട്ടുള്ളത്? ആരാ ഇത്ര ഞാൻ അടിച്ചിട്ട് പോലും എടുക്കാതിരിക്കാൻ മാത്രം ഇന്നക്കാണ് കാര്യപ്പെട്ട ആളാരാ വേറുള്ളത്? തുടങ്ങിയ ദുർചിന്തകൾ ഇവന്റെ ഹൃദയത്തിൽ നാമ്പെടുക്കാൻ തുടങ്ങും. അങ്ങനെ BP കൂടി പ്രഷർ കൂടി നിൽക്കുന്ന ഭർത്താവ് ഫോണ് റിങ് ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കും. ഈ സമയത്ത് വളരെ പ്രയാസപ്പെട്ട് ഉമ്മ വിളിച്ചു പറയുന്നു ബാത്റൂമിലുള്ള ഭാര്യയോട്, ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അവളുടെ ഖളാഉൽ ഹാജത്ത് പോലും പൂർത്തിയാക്കാതെ പേടിച്ച് വളരെ ഓടിക്കതച്ച് ഭർത്താവിന്റെ ശബ്ദത്തിന് കാതോർക്കാൻ വേണ്ടി സന്തോഷത്തോടെ ഓടി വരുന്നു. വളരെ പ്രയാസപ്പെട്ട് വിയർത്തൊലിച്ച് കതച്ചുകൊണ്ടുവന്ന ഭാര്യ ഫോൺ എടുക്കുമ്പോ, എന്താണിക്കൊരു കിതപ്പ്? ഇതാ അവന്റെ ചോദ്യം. എന്താണിക്കൊരു കിതപ്പ്? ഞാൻ ഫോൺ അടിച്ചപ്പോ എവിടെയായിരുന്നു? എവിടെ ഈ പോയി കിടക്കുന്നത്?
ഫോൺ അടിച്ചാൽ എടുക്കാൻ മാത്രമൊന്നും അല്ലേ, എന്താ ഇത്ര പണി അവിടെ? തുടങ്ങി ഇവന്റെ ശകാര വർഷം. ഒരു മനുഷ്യ സ്ത്രീയാണ് അവൾ, പച്ചയായ ഹൃദയമുള്ളവൾ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, ഇത്ര പ്രയാസപ്പെട്ട് രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരു വിശ്രമമില്ലാതെ ഓടി നടക്കുകയാണവൾ. അതിനിടക്ക് അവളുടെ ഭർത്താവിന്റെ ഫോണിന് വേണ്ടി ഓടിക്കരച്ചു വന്ന് കാതിൽ ഫോൺ വെച്ചപ്പോൾ സലാം പോലും പറയുന്നതിന് മുമ്പ് ഒരു പക്ഷേ അവൾ സലാം പറഞ്ഞാൽ ദേഷ്യം കൊണ്ട് ഇവൻ മടക്കുക പോലും ചെയ്യില്ല. ഈ ഭർത്താവ് ഇത് ചെയ്യുമ്പോൾ അവളുടെ മനസ്സിന്റെ വേദന എത്രമാത്രം ഉണ്ടാകും? ഇങ്ങനെ മനസ്സ് വേദനിക്കുന്നു. ഇനി മറ്റൊരു വിഷയം, എന്തെങ്കിലും ഒരു നന്മ നമ്മുടെ ഭാര്യയിൽ നിന്ന് കണ്ടാൽ അവളെ പ്രശംസിക്കുക. അതിന്റെ പേരിൽ അവളെ പ്രശംസിക്കുക തന്നെ വേണം. അവൾ എന്തെങ്കിലും നന്മ ചെയ്താൽ മൂളി രക്ഷപ്പെടരുത്, മൗനിയായി രക്ഷപ്പെടരുത്. അവളെ പ്രശംസിക്കണം. അവളെ പ്രശംസിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു പെണ്ണാണ്. ഒരു സ്ത്രീയുടെ മനഃശാസ്ത്രം അതാണ്. സ്ത്രീയെ പ്രശംസിക്കുന്നത് അവൾ ഇഷ്ടപ്പെടുന്നു. ഏതെങ്കിലും പുറമക്കാരെ പ്രശംസിക്കുന്ന അവരുടെ പ്രശംസയല്ല അവൾ ആഗ്രഹിക്കുന്നത്. തന്റെ എല്ലാമായ ഭർത്താവ് തന്നെ കുറിച്ച് നല്ലത് പറയണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ഭാര്യ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, ചെറിയ നിസ്സാരമായ കാര്യമായിരിക്കാം, അവളോട് പറയാ, നീ നിന്നെപ്പോലത്തെ ഒരു ഭാര്യയെ എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇതുപോലുള്ള നന്മകളൊക്കെ നീയല്ലാതെ വേറെ ആരാ ചെയ്യാ, എന്റെ ഭർത്താവാകാൻ കഴിഞ്ഞതിൽ ഞാൻ വലിയ ഭാഗ്യവാനാണ് തുടങ്ങി ഇതുപോലുള്ള പ്രയോഗങ്ങൾ. ഇത് ഒരു പക്ഷേ നിങ്ങളൊരു പുരുഷനോട് പറഞ്ഞാൽ ഇന്ന കുഞ്ഞാപ്പുവാക്കണ്ടെന്ന് പറയും, അല്ലേ? അല്ലെങ്കിൽ എനിക്ക് ട്രൗസർ അടിക്കണ്ടെന്ന് പറയും. ഇങ്ങനെ ചില ഓരോ നാട്ടിൽ ഓരോ ഭാഷകളാണ്. ആളുകളെ വണ്ടി കയറ്റുകയെന്ന് പറയും. ഇതൊരു പുരുഷനോട് പറഞ്ഞാൽ തിരിച്ച് നല്ല പ്രതികരണം ഉണ്ടാവും. അതല്ലെങ്കിൽ കാതടപ്പിക്കുന്ന രീതിയിലുള്ള മറുപടി വേറെ കേൾക്കാം. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ മിണ്ടില്ല. അവളുടെ മനഃശാസ്ത്രം അങ്ങനെയാണ്. അവൾ അതിൽ കൂടുതൽ സൗന്ദര്യവതിയാകുന്നു. അവൾ അത് കേട്ട് സന്തോഷിക്കുന്നു. ഒരു പക്ഷേ അവൾ പറഞ്ഞേക്കാം, അല്പം വിവേകശാലിയായ സ്ത്രീ ഒരു പക്ഷേ പറഞ്ഞേക്കാം, എന്ത് നിങ്ങൾ അങ്ങനെ വലുതാക്കിയാണ്ട് സോപ്പുകളൊന്നും വേണ്ട എന്ന് പറഞ്ഞേക്കാം. പക്ഷെ അത് അവളുടെ നാവ് കൊണ്ട് അവൾ വെറുതെ പറഞ്ഞതാ. അവളുടെ ഹൃദയം സന്തോഷിക്കുന്നുണ്ട്. ഇനിയും ഇങ്ങനെ പറയണമെന്ന് അവൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഒരു സ്ത്രീ. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഭർത്താക്കന്മാരായ നമ്മൾ പ്രവാസികളാണെങ്കിലും അല്ലെങ്കിലും ഭാര്യയിലുള്ള നന്മകളെ എടുത്തു പറഞ്ഞ് അവരെ അതിന്റെ പേരിൽ പ്രശംസിക്കണം. അവർ നല്ലത് ചെയ്താൽ അവരെ പ്രശംസിക്കുക തന്നെ വേണം. ഇനി നിങ്ങൾ നോക്കൂ, ഞാനൊരു ചെറിയ ഒരു സാമ്പിൾ, ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഒരു ഭാര്യയും ഒരു ഭർത്താവും, അവൾ എന്ത് വെച്ചും വിളമ്പിക്കൊടുത്താലും എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞ് അവളെ അതിന്റെ പേരിൽ നീരസപ്പെടുത്തും. ഒന്നുമില്ലെങ്കിൽ ഉപ്പ് കുറവായിരിക്കും, അല്ലെങ്കിൽ മുളക് കുറവായിരിക്കും, അതുമല്ലെങ്കിൽ എണ്ണ കൂടിയിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു പേരിൽ ഈ എന്ത് വെച്ചുണ്ടാക്കിയാലും എന്തെങ്കിലും ഒരു തകരാറില്ലാതെ കൊണ്ടുവന്ന് തരൂലല്ലോ, മര്യാദയ്ക്ക് എന്റെ വായിലേക്കൊന്ന് വെക്കാൻ സമ്മതിക്കൂലല്ലോ എന്ന് തുടങ്ങി ഓരോ പ്രാവശ്യം ഭക്ഷണം വെച്ച് വിളമ്പി കൊടുക്കുമ്പോഴും ഇവളെ പല കാരണങ്ങളും പറഞ്ഞ് അവളെ ചടപ്പിക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഒരാൾ അവന്റെ ഭാര്യ വെച്ച് വിളമ്പി കൊടുക്കുമ്പോൾ അല്പം ഭക്ഷണം മോശമാണെങ്കിൽ തന്നെ ഇന്ന് എന്തു പറ്റി, അതെന്തേ, ഇന്നെന്താ എന്റെ കയ്യിൽ ഈ വെച്ചതല്ലേ, ഇതിന് വല്ലാത്തൊരു ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഉപ്പുണ്ടാവൂല. അവൾ കാണാതെ കുറച്ച് ഉപ്പിട്ടാലും വേണ്ടില്ല, അവളെ കേക്കെ അങ്ങനെ പറയാ. അതോടുകൂടെ നമ്മുടെ ഭാര്യ കൂടുതൽ മൊഞ്ചത്തിയാകുന്നു. അവൾക്കത് സന്തോഷമാണ്. ഇത് പറയുമ്പോ നമ്മൾ ഒരുപക്ഷെ ഉപ്പോ മുളകോ കമ്മിയാണെങ്കിൽ പോലും നമ്മളിത് പറയുമ്പോൾ അവൾക്ക് ഇനിയും അടുത്ത പ്രാവശ്യം നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ 100% ഉന്മേഷവും താല്പര്യവുമായിരിക്കും. കൂടുതൽ രുചികരമായി ഉണ്ടാക്കാൻ അവൾ ശ്രമിക്കും. കാരണം എന്താ, ഇനിയും അത് കേൾക്കണം. ഭർത്താവിന് ഇത് കേട്ടുകൊണ്ടേ ഇരിക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നു. വീണ്ടും 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 പാചകം അവൾക്ക് ഒരു ആവേശമായി മാറുന്നു. നേരെ തിരിച്ചാണെങ്കിൽ അവൾ ഓരോ പ്രാവശ്യം വെച്ചുണ്ടാക്കുമ്പോഴും വിളമ്പുമ്പോഴും എന്ത് ചെയ്തിട്ടെന്താ, ഉള്ളി അരിയുമ്പോൾ പോലും എന്തിനാ ഇത് ഇത്ര പ്രയാസപ്പെട്ട് അരിയുന്നത്, എന്തുണ്ടാക്കി കൊടുത്താലും മൂപ്പിലാന്റെ വായിൽ ഇതേ കേൾക്കുള്ളൂ എന്നവളുടെ മനസ്സ് പറയും. അവൾ ആർക്കോ വേണ്ടി അല്ലാഹു അക്ബർ എന്ന കോലത്തിലാ പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇനി ഇതിലൊരു അപകടം പതിയിരിക്കുന്നുണ്ട്. അതെന്താണെന്നറിയോ, നമ്മൾ നമ്മുടെ ഭാര്യയെ ഭക്ഷണത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന്റെ പേരിൽ അവളെ ശകാരിച്ചു കൊണ്ടിരിക്കുന്നു, അവളെ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം അപ്രതീക്ഷിതമായി
നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ സുഹൃത്തുക്കളായ 2-3 ആളുകൾ വന്നു. നമ്മുടെ കൂടെ അവർ വന്നു. നമ്മുടെ ഭാര്യയോട് നമ്മൾ വിളിച്ചു പറഞ്ഞു, കുറച്ച് ഭക്ഷണം കൂടുതൽ ഉണ്ടാക്കണം, എന്റെ കൂടെ 2-3 ഫ്രണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ഭക്ഷണം കൂടുതൽ ഉണ്ടാക്കി. അങ്ങനെ ഭക്ഷണം കഴിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ കൂട്ടത്തിൽ ഒരു സ്ത്രീകളുടെ മനഃശാസ്ത്രം അറിയുന്ന ഒരു വിദ്വാൻ, അവൻ പറഞ്ഞു, സംഗതി ഫുഡ് ഉഷാറായിട്ടുണ്ടല്ലോ, ഇത് എന്റെ ഭാര്യ ഉണ്ടാക്കിയാണ്, എന്റെ ഒരു ഭാഗ്യം, എന്നും ഈ ഫുഡ് കഴിക്കാൻ എനിക്ക് എന്ന് പറയലോട് കൂടെ ഇവന്റെ ഭാര്യയുടെ മനസ്സിളകി. സ്ത്രീയുടെ സുഖം എന്ന് പറയുന്നത് കേൾവിയിലാണ്, പുരുഷന്റെ സുഖം എന്ന് പറയുന്നത് സ്പർശനത്തിലാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. പുരുഷ സുഖം എന്ന് പറയുന്നത് സ്പർശനത്തിലാണ്. പുരുഷന് കേട്ടാൽ അത്ര സുഖം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, വെറുതെ സ്പർശിച്ചാൽ മതി. അതൊരു പാവക്കുട്ടിയാണെങ്കിലും പുരുഷനൊരു പ്രത്യേക സുഖം ഉണ്ടാവും, പ്രത്യേകിച്ച് ഞരമ്പ് രോഗികൾക്ക്. നേരെ മറിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കേൾവിയിലാണ് അവളുടെ സുഖം. അവളെ കുറിച്ച് നല്ലത് പറയുമ്പോൾ അവർ വല്ലാതെ ആടിപ്പോകും. അപ്പൊ ഇവൻ വലിയ വിദ്വാൻ, ഇവൻ പറഞ്ഞു, നിന്റെ ഒരു ഭാഗ്യം, എല്ലാ ദിവസവും എനിക്ക് ഈ ഫുഡ് കഴിക്കാലോ. അന്ന് രാവിലെ പുട്ടുണ്ടാക്കി കൊടുത്തപ്പോ വരെ പുട്ടില് തേങ്ങ കൂടി എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞ ആളാണ് സ്വന്തം ഭർത്താവ്. ഇത് ഇവൻ പറഞ്ഞപ്പോ ഈ ഹംക്ക് ഭർത്താവ് അനക്കോളം മുഴുവറിയില്ല എന്നും പറഞ്ഞു. സ്വാഭാവികമായും ഇവൾ ചിന്തിക്കാണ്, എന്റെ ഭർത്താവ് ഇത്ര കാലം 5-6 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം ഞാൻ വെച്ച് വിളമ്പി കൊടുത്തിട്ട് ഇതുവരെ എന്നോട് ഇങ്ങനത്തെ ഒരു വർത്താനം പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഇയാള് കണ്ടോ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇയാൾ ആദ്യ കാണുന്നത്. മാത്രല്ല ഇപ്പോ ഒരു പ്രാവശ്യമാണ് അയാൾ എന്റെ കൈകൊണ്ട് ഉണ്ടാക്കി തിന്നിട്ടുള്ളൂ, അതെന്നെ ഞാൻ വേണമെന്ന് കരുതി ഉണ്ടാക്കിയതുമല്ല. എന്നിട്ട് പോലും അയാളുള്ള രസം അയാൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അയാളൊക്കെ ഭാര്യന്റെ ഒരു സുഖം, അയാളുടെ ഭാര്യയുടെ ഒരു സന്തോഷം എന്നാണ് നമ്മുടെ ഭാര്യ ചിന്തിക്കുന്നത്. സ്വാഭാവികമായും നമ്മുടെ ഭാര്യ നമ്മെ വിട്ട് മറ്റൊരു പുരുഷന്റെ പ്രശംസയിൽ വീണ് ആ പുരുഷന്റെ ലൈഫിനെ കുറിച്ച് അവൾ ചിന്തിക്കുന്നു. ആ പുരുഷന്റെ ഭാര്യയ്ക്ക് അയാളിൽ നിന്ന് ലഭിക്കുന്ന മനസ്സുഖത്തെക്കുറിച്ച് അവൾ വിചാരപ്പെടുന്നു. ആരാണ് സുഹൃത്തെ കാരണക്കാർ? ആരാണ് ഇതിൽ പ്രതി? യഥാർത്ഥ പ്രതി ഇവിടെ ആരാണ്? അവളുടെ ഭർത്താവാണ്. അവളുടെ ഭർത്താവ് അറിയുന്നില്ല ഇത് അവൾ പ്രതിയായത്, അവനാണ് ഇതിൽ പ്രതി എന്ന്. അങ്ങനെ ഒരു പക്ഷെ അന്ന് രാത്രി നിങ്ങൾ ആ കൂട്ടുകാരന്റെ വീടെവിടെ? ഇവൾക്കൊരു താല്പര്യം ഉണ്ടാവും അവനെ കുറിച്ച് അറിയാൻ. നിങ്ങൾ ആ കൂട്ടുകാരന്റെ വീടെവിടെ? അയാൾ ആള് നല്ലോനാണ് എന്നൊക്കെ ഇവൻ പറയുമ്പോ തുടങ്ങി നമ്മുടെ പുരുഷ വികാരം ഉണർന്നെഴുന്നേറ്റു. ഇവൻ എണീറ്റു, ഒരു ഭീകര സിംഹത്തെ പോലെ ചാടി എണീറ്റുകൊണ്ട് ഒരുത്തനെ കണ്ടപ്പോഴേക്ക് കണ്ട അങ്ങട്ടാ പോയത്. തുടങ്ങി ഇവന്റെ ശകാരം. അടുത്ത സബ്ജക്ട്. സുബ്ഹാനല്ലാഹ്, ഇവൻ അപ്പൊ ചിന്തിക്കണം, അന്തള്ള ആളാണെങ്കിൽ ബുദ്ധിയുള്ളവനാണെങ്കിൽ ഇതിന് വഴി വെച്ചു കൊടുത്ത് ഇവനല്ലേ? ഈ സ്ത്രീകളുടെ മനഃശാസ്ത്രം അറിഞ്ഞുകൊണ്ട് മറ്റോ സംസാരിച്ചപ്പോൾ നമ്മുടെ ന്യൂനത കൊണ്ട് അവൾക്ക് സംഭവിച്ചു പോയതാണിത്. നേരെ തിരിച്ചാണെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഭാര്യയെ നിന്റെ കൈകൊണ്ട് എന്ത് വെച്ചുണ്ടാക്കി തന്നാലും അതിന് ഉപ്പും മുളകൂട്ടിട്ടില്ലെങ്കിലും വേണ്ടില്ല, എന്റെ കൈകൊണ്ട് ഉണ്ടാക്കി തന്നാൽ തന്നെ അത് തിന്നാലൊരു സുഖാണ്. ഇനി അത് കഞ്ഞിന്റെ വെള്ളാണെങ്കിൽ തന്നെ അതൊരു സുഖാണ് എന്നൊക്കെയാണ് പറയുമ്പോ നമ്മുടെ ഭാര്യ നമ്മുടെ ടെറസ് വരെ പൊളിച്ച് മുകളിലേക്ക് പൊന്തും. എന്നാലും കുഴപ്പമില്ല. ഈ നേരെ മറിച്ച് പിന്നീട് ഒരു അവസരത്തിൽ സ്ത്രീകളുടെ മനഃശാസ്ത്രം അറിയുന്ന ഇതുപോലുള്ള ഒരുത്തൻ നമ്മുടെ വീട്ടിൽ വന്ന് ഇതുപോലെ പറഞ്ഞാൽ എന്തായാലും ഇതിപ്പോ ഞാൻ ഒന്നും കേൾക്കാൻ തുടങ്ങിയല്ല. എന്റെ ഭർത്താവ് എപ്പോഴും പറയണതല്ലേ, എന്റെ ഭർത്താവും എപ്പോഴും പറയുന്നതാണ് എന്റെ കൈകൊണ്ടുണ്ടാക്കിയ വലിയ കൈപ്പുണ്യാണ് എനിക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം അതെന്തല്ല, ഒരു പുതിയ വാർത്തയല്ല. ഇതൊരു മനഃശാസ്ത്രപരമായ സ്ത്രീകളുടെ മനസ്സിനെ നമ്മൾ മറ്റൊരാളിലേക്ക് ചായുന്നതിനെയും ചെരിയുന്നതിനെയും തടയിടാനുള്ള ഏറ്റവും വലിയ ഒരു ഘടകമാണ്. അത് നമ്മൾ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പ്രവാസികളായ പുരുഷന്മാർ ഇവിടെ നിന്ന് ഫോൺ ചെയ്യുമ്പോഴും ഇത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ മറ്റൊരു വിഷയം, നമ്മൾ നമ്മുടെ ഭാര്യമാരെ ശകാരിക്കും, അവളെ നമ്മൾ ചീത്ത പറയും, എന്തെങ്കിലും കാര്യത്തിന്റെ പേരിൽ ശകാരിക്കണം. അത് തീർച്ചയായും ഒരു ഭർത്താവിന്റെ ചുമതലയുമാണ്. പെൺകോന്തനായാൽ അവനെ ഒന്നിനും പറ്റില്ല, പെൺകോന്തനാവാനും പാടില്ല. ഭർത്താവ് ഭാര്യയെ ആണ് നിയന്ത്രിക്കേണ്ടത്, ഭാര്യ ഭർത്താവിനെയല്ല. പലയിടത്തും അങ്ങനെ അടുക്കളയാണ് ഉയർന്നു നിൽക്കാറുള്ളത്. അങ്ങനെയുള്ള കുടുംബത്തിലൊക്കെ ഭർത്താവ് അവസാനം ഖേദിക്കാറാണ് പതിവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോ പുരുഷനായ ഒരാൾ അവന്റെ ഭാര്യയെ ശകാരിക്കേണ്ടി വരും. ഒരു പുരുഷൻ ഒരേ സമയം അവന്റെ ഭാര്യയുടെ പിതാവാകണം, അവന്റെ ഭാര്യയുടെ ഭർത്താവാകണം.
അവന്റെ ഭാര്യയുടെ സഹോദരനാകണം, അതോടൊപ്പം അവന്റെ ഭാര്യയുടെ പുത്രനാകണം, അതിനൊക്കെ ഉപരി അവന്റെ ഭാര്യയുടെ കാമുകനുമാകണം. ഇവിടെയാണ് ഒരു പുരുഷന്റെ വിജയം. അതായത് ഇതെങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ചാവുക, അതാണ് ഒരു പുരുഷന്റെ കഴിവ്. അവൻ ഭാര്യയ്ക്ക് അവനോടുള്ള ബഹുമാനത്തെ നിലനിർത്താൻ അവന് സാധിക്കണം. അതായത് തറയായിട്ട് ഭാര്യയോട് സംസാരിക്കരുത്. അവളെ ശകാരിക്കുമ്പോൾ മ്ലേച്ഛമായ മോശപ്പെട്ട പദപ്രയോഗങ്ങൾ നടത്താൻ പാടില്ല. ഞാൻ ഓർക്കുന്നു, ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്റെ നാട്ടിൽ ദർസിൽ നിന്ന് നാട്ടിൽ ലീവിന് പോയാൽ നാടിന്റെ അടുത്തുള്ള പള്ളിയിലാണ് ഞാൻ രാത്രി കിടന്നുറങ്ങുക. വീട്ടിൽ അത് അങ്ങനെ ഒരു റായത്തായതുകൊണ്ട് അങ്ങനെ പള്ളിയിലാണ് കിടന്നുറങ്ങിയിരുന്നത്. അന്ന് ഞാൻ കിടന്നുറങ്ങുന്ന എന്റെ നാട്ടിലുള്ള പള്ളിയുടെ തൊട്ടുചാരെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. ആ ക്വാർട്ടേഴ്സിൽ നിന്ന് രാത്രിയുടെ അർദ്ധരാത്രിയിൽ, അതായത് തഹജ്ജുദിന്റെ ഒക്കെ സമയമാകുമ്പോ പുറത്തേക്ക് വരുന്ന ചില ദിക്റുകളുണ്ട്. സുബ്ഹാന ജല്ല ജലാലു. കാതിൽ പഞ്ഞിയല്ല, കാതിൽ പാറ തിരികിയാൽ പോലും നമ്മൾ അറിയാതെ ഛർദ്ദിച്ചു പോകും. അവിടെ 2 ദമ്പതികളുണ്ട്. അതിൽ പുരുഷൻ അല്പം മയക്കത്തിലാണ് വീട്ടിലേക്ക് കടന്നു വരിക. പുരുഷൻ അവളെ നിസ്സാര കാര്യത്തിന്റെ മേലിൽ തുടങ്ങിയിട്ടുണ്ടാകും. പുരുഷൻ അവളോട് എന്തെല്ലാം പറയാൻ സാധിക്കുമോ അതൊക്കെ പറയും. അവൾ ഒട്ടും കുറയ്ക്കില്ല. അതിനൊക്കെ ഷറഹെയ്തിയിട്ട് അവൾ തിരിച്ചിങ്ങോട്ടും പറയും. ഇത് കേൾക്കുന്ന നമുക്ക് ഉറങ്ങാ വേണ്ടത് കരയാ വേണ്ടതെന്ന് അറിയാതെ പ്രയാസപ്പെടും. ഇത് പല വീടുകളുടെയും അവസ്ഥയാണ്. ഇത് വലിയൊരു അപകടം ഉണ്ടാക്കും. കാരണം ഇതാണ് ഈ വീട്ടിലെ മക്കൾ കേട്ട് വളരുന്നത്. ഒരിക്കലും ഭാര്യയെ ശകാരിക്കുമ്പോൾ മോശപ്പെട്ട പദപ്രയോഗങ്ങൾ നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല. അതായത് നമ്മളോട് നമ്മുടെ ഭാര്യയ്ക്ക് ബഹുമാനം നിലനിൽക്കണം. ഭാര്യയ്ക്ക് നമ്മളോടൊരു ആദരവ് നിലനിൽക്കണം. ഒരു ഉസ്താദ് ഒരു ശിഷ്യനെ ശകാരിക്കാറുണ്ടല്ലോ, ഒരു പിതാവ് മകനെ ശകാരിക്കാറുണ്ടല്ലോ. ഒരിക്കലും ശകാരിച്ചതിന്റെ പേരിൽ ഒരു ശിഷ്യനും ഉസ്താദിനെ മ്ലേച്ഛ വസ്തുവായി കാണാറില്ല. ഉസ്താദ് നെറികെട്ടവനാണ് എന്ന് മനസ്സിലാക്കാറില്ല. എന്താ കാരണം? അയാൾ ഒരു ഉസ്താദ് സംസാരിക്കുന്നത് പോലെയാണ് അയാൾ സംസാരിക്കുന്നത്, ഒരു ഗുരു സംസാരിക്കുന്നത് പോലെ. എന്ന പോലെ ഭാര്യയോട് നമ്മൾ അവളുടെ അഭ്യുദയകാംക്ഷിയായിക്കൊണ്ടായിരിക്കണം അവളെ നമ്മൾ ശകാരിക്കേണ്ടത്. അതേപോലെ തന്നെ അവളെ നമ്മൾ ശകാരിക്കുമ്പോൾ പരിധി വിടാൻ പാടില്ല. ചില ആളുകൾ നിസ്സാര കാര്യത്തിന്റെ പേരിൽ അതിഗൗരവമായി ഭാര്യയോട് മണിക്കൂറുകളോളം അവളെ പറഞ്ഞത് തന്നെ ആവർത്തിച്ച് പറഞ്ഞ് ശകാരിച്ചു കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഇന്റർനെറ്റ് കോൾ സംവിധാനം വന്നതോടുകൂടെ പണം കുറവും മിനിറ്റ് കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞത് തീർന്നാലും സമയം ബാക്കി കിടക്കുന്നുണ്ട്, പൈസയും ബാക്കി മിനിറ്റും ബാക്കി, പറഞ്ഞത് തീർന്നിട്ടുണ്ട്, മാറ്റർ തീർന്ന പ്രശ്നമാണ്. അപ്പൊ മാറ്റർ കിട്ടാതെ വരുമ്പോ സമയം തികയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യും? കാര്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരത്തിൽ കൊണ്ടുവരും. എന്തെങ്കിലും ഒരു ചെറിയ നിസ്സാര കാര്യത്തിന്റെ പേരിൽ ശകാരത്തിന് അവളെ പറഞ്ഞത് പോരാ എന്നവന് വീണ്ടും തോന്നാൻ മണിക്കൂറുകളോളം അവന്റെ ഭാര്യയെ ശകാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഈ സമയം അത്രയും നമ്മൾ കാണാതെ പോകുന്ന മറ്റൊരു അപകടം പതിയിരിക്കുന്നുണ്ട്. മണിക്കൂറുകൾ, അരമുക്കാ മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നമ്മൾ നമ്മുടെ ഭാര്യയെ ഇന്റർനെറ്റ് ഫോൺ ഉപയോഗിച്ച് കോൾ ഉപയോഗിച്ച് നിരന്തരം ചീത്ത പറഞ്ഞു, അവളെ മനസ്സ് വേദനിപ്പിച്ചു, വേണ്ടാത്തതൊക്കെ നമ്മൾ വിളിച്ചു. അങ്ങനെ അവൾ മനസ്സിന്റെ വ്യഥ അനുഭവിച്ച് കണ്ണീരോടെ കൂടെ ഇരിക്കുന്ന സമയത്തായിരിക്കാം നമ്മുടെ വീട്ടിലേക്ക് ഇൻസ്റ്റാൾമെന്റിന്റെ ആളുകൾ കടന്നു വരുന്നത്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഈ പാത്രം, അത് കസേരകളൊക്കെ കുറിക്ക് കൊടുക്കുന്ന ആളുകളുണ്ട്, അടവിന് കൊടുക്കുന്ന ആളുകളുണ്ട്. അവര് ആഴ്ചയിൽ വരും. അല്ലെങ്കിൽ കറണ്ട് ബില്ല് നോക്കാൻ വരുന്ന ഫുലാൻ ആ നേരത്തായിരിക്കും വീട്ടിലേക്ക് വരുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പണം അയച്ചാ നമ്മുടെ കൊയലുകാരായിരിക്കും ആ സമയത്ത് വരുന്നത്. ഇവര് വീട്ടിലേക്ക് വരുന്നു. എന്താ താത്ത, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെയല്ലല്ലോ, നിങ്ങളെ മുഖത്തെന്താ ഒരു വല്ലായ്മ? ഒന്നുമില്ല മോനെ. അല്ല, നിങ്ങൾക്ക് എന്തോ കാര്യമായിട്ട് എന്താണെങ്കിലും എന്നോട് പറയ്, എന്താ നിങ്ങളെ പ്രശ്നം എന്നോട് പറയ് താത്ത, അത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമുണ്ട്. സ്വാഭാവികമായും നമ്മുടെ ഭാര്യക്ക് മനസ്സിൽ ഇളക്കം സംഭവിക്കുന്നു. നമ്മുടെ ഭാര്യ മാറി ചിന്തിക്കാൻ തുടങ്ങുന്നു. ഒരു പക്ഷെ അല്പം കൂടെ പരിചയമുള്ള പുരുഷനാണെങ്കിൽ അവനോട് നമ്മുടെ ഭാര്യ പറഞ്ഞു പോകുന്നു, ഒന്നുമില്ല, എപ്പോഴെങ്കിലും മൂപ്പരൊന്ന് വിളിക്കുള്ളൂ, വിളിച്ചാൽ ഒരു ലോഡ് ചീത്തയിട്ടാ മൂപ്പര് വരിക, ഒരു ലോഡ് മൂപ്പർക്ക് പറയാനുണ്ടാവും, കാത് പൊളിച്ചു പോകും മൂപ്പര് വർത്താനം കേട്ടാല് എന്ന് നമ്മുടെ ഭാര്യ നമ്മെക്കുറിച്ച് അന്യ പുരുഷനോട് പറയേണ്ടി വരുന്നു. അവൾ പറയണമെന്ന് ആഗ്രഹിച്ചതല്ല.
തന്റെ ഭർത്താവ് 100% നല്ലവനാണെന്ന് പറയാനാണ് അവൾ ആഗ്രഹിച്ചത്. പക്ഷേ അവളുടെ ആ സാഹചര്യം ഇപ്പോൾ അങ്ങനെയാണ്. ഒരു പക്ഷേ ഫോൺ വെച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇയാൾ വന്നതെങ്കിൽ അവൾ അങ്ങനെ പറയില്ലായിരുന്നു. പക്ഷെ അവളുടെ ആ ശരീരത്തിൽ നിന്ന്, ആ ഹൃദയത്തിൽ നിന്ന് ഇതിന്റെ വേദന വിട്ടുമാറിയിട്ടില്ല. അപ്പോഴാണ് ഇവന്റെ വരവുണ്ടായത്. അവൾ പറഞ്ഞുപോയി. അവൾ പറഞ്ഞു കിട്ടിയതോടുകൂടെ അവൻ അത് മുതലെടുത്തു. അവൻ പറഞ്ഞു, അത് നിങ്ങൾ വിഷമിക്കേണ്ടതാത്ത, അത് നിങ്ങൾ പ്രയാസപ്പെടണ്ട. ഇരിക്കും, ഞാനും പെണ്ണുങ്ങളൊക്കെ ചീത്തറിയാറുണ്ട്. എന്നാലിപ്പോ ഇങ്ങനെ മോശപ്പെട്ട അനാവശ്യമൊക്കെ പറയാന്നാണ്, അതൊക്കെ ഒരു മോശം തന്നെയാണ്. ഞാൻ മൂപ്പരെ എപ്പോഴെങ്കിലൊക്കെ വിളിക്കാറുണ്ട്, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോണ്ട്, ഞാൻ മൂപ്പരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തോണ്ട്. ആര്? ഇവൻ നല്ല പിള്ള ചമയ. ഇവൻ ആരാ മോൻ? അവൻ അവന്റെ ഭാര്യയെ നന്നായി കൈകാര്യം ചെയ്തിട്ടായിരിക്കും കൊയലിന്റെ പണം കൊണ്ട് നമ്മളെ വീട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അന്ന് നേരം വെളുത്ത് അവന്റെ ഭാര്യയോട് പിണങ്ങിയിട്ട് ഭാര്യയുടെ ഊരക്ക് ചവിട്ടി ഇറങ്ങിപ്പോന്നവനായിരിക്കും നമ്മുടെ വീട്ടിൽ കറണ്ട് ബില്ല് നോക്കാൻ വന്ന പുലാൻ. പക്ഷെ നമ്മുടെ ഭാര്യന്റെ പ്രയാസത്തില് അവൻ വല്ലാതെ ഇറങ്ങിപ്പോയി. ഓൻ വലിയ മാന്യനായി. നമ്മുടെ ഭാര്യ സ്വാഭാവികമായും അതിൽ വീണു പോകുന്നു. ഇവിടെ ആരാണ് പ്രതി? നമ്മുടെ പുരുഷന്മാരാണ് ഇവിടെ പ്രതി. പരിധി വിട്ട നമ്മുടെ ശകാരം അത് നമുക്ക് വിനയായി. പരിധി വിട്ട നമ്മുടെ ആക്രോശങ്ങൾ, മോശപ്പെട്ട പദപ്രയോഗങ്ങൾ അത് നമുക്ക് വിനയായി. ഇനി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മറ്റൊരു കാര്യം, നമ്മുടെ ഭാര്യയോട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് നാട്ടിലുള്ള അന്താരാഷ്ട്ര കാര്യങ്ങൾ വരെ നമ്മൾ സംസാരിക്കും. അടുക്കള മുതൽ ബറാക്ക് ഒബാമയുടെ കയ്യിലുള്ള വാച്ചിനെ കുറിച്ച് വരെ ഭാര്യയോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ സംസാരത്തിന്റെ ഇടയിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ സംസാരത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും സുബഹി നിസ്കരിച്ചോ എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടാവില്ല. ആ ളുഹറിന്റെ ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും, എന്നാ ഈ ളുഹർ നിസ്കരിച്ചോ, ഞാൻ പിന്നെ വിളിക്ക എന്ന് നമ്മൾ പറയില്ല. ഞാൻ ളുഹർ നിസ്കരിച്ചിട്ടില്ല എന്ന് ഭാര്യ പറഞ്ഞാൽ പോലും, ഇപ്പൊ ഞാൻ വിളിച്ചപ്പോഴാണ് എനിക്കൊരു നിസ്കാരം എന്നാണ് ഭർത്താവ് തിരിച്ചു ചോദിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ദീനിയായ കാര്യങ്ങളിൽ ഭാര്യയെ പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കാൾ അവളെ അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്ന ശൈലിയാണ് അധിക പ്രവാസികളായ പുരുഷന്മാരും സ്വീകരിക്കുന്നത്. പ്രവാസികളായ പുരുഷന്മാർ എന്ന് ഞാൻ വെറുതെ അങ്ങനെ ഒരു വിഷയമായിട്ട് പറയാണ്. എല്ലാ പുരുഷന്മാരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ദീനിയായ കാര്യങ്ങൾ നമ്മൾ ഭാര്യയെ ഉപദേശിക്കണം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ സലാം പറയാറുണ്ട്. ഇവിടുന്ന് ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ സലാം പറയും, അസ്സലാമു അലൈക്കും, സുഖം തന്നെയല്ലേ? ഇത് നമ്മൾ പറയും. ഇതേ ഭർത്താവ് 2 മാസത്തെ ലീവിന് നാട്ടിലേക്ക് പോയാൽ അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് അവൻ കേറി വരുമ്പോൾ അവന്റെ ഭാര്യയോട് അവൻ സലാം പറയാറുണ്ടോ? ഇല്ല. എന്താ സലാം പറയാത്തത്? വിദേശത്ത് ചെന്നാൽ, ഗൾഫിൽ ചെന്നാൽ അവൻ ഫോൺ ചെയ്യണം അവന്റെ ഭാര്യയോട് സലാം പറയാൻ. ആ സലാം പറയൽ എന്താ? പിന്നെ ആ സലാം പറയൽ വിലക്കപ്പെട്ടോ? ഇല്ല. അപ്പൊ അതൊക്കെ ഈ സലാം പറയലൊക്കെ ഒരു തരം ഫോർമാലിറ്റിയായി മാറി. അതേപോലെ തന്നെ ദീനിയായ കാര്യങ്ങൾ അവരെ ഉപദേശിക്കുക. ഈ ഫർള് നിസ്കാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങളുടെ കാര്യത്തിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ അവളെ പ്രേരിപ്പിക്കുക. തഹജ്ജുദ് നിസ്കരിക്കാൻ പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തഹജ്ജുദ് നിസ്കരിക്കണം, എന്താ എനിക്ക് വേറെ പണിയെന്ന് ചോദിച്ചാൽ അതിന്റെ പേരിൽ അവളെ ശകാരിക്കലല്ല, മറിച്ച് നമ്മുടെ നിസ്സാരമായ ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും നമ്മൾ അത് ഭാര്യയോട് പറയുന്നു, പങ്കുവെക്കുന്നു. എന്നിട്ട് അവളോട് പറയുന്നു, ഈ തഹജ്ജുദ് നിസ്കരിച്ചൊന്ന് ദ്വാരന്നാ മതി, ഇന്ന് എന്റെ പ്രശ്നമൊക്കെ തീരും. നീ ദ്വാരന്നാൽ എന്റെ പ്രശ്നം തീരും എന്നൊരു ഭർത്താവ് ഒരു ഭാര്യയോട് പറയുമ്പോൾ സ്വാഭാവികമായും സ്ത്രീ എന്ത് മനസ്സിലാക്കും? ഞാൻ ദ്വാരന്നിട്ട് എന്റെ ഭർത്താവിന്റെ പ്രശ്നങ്ങൾ തീരുന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ അത് തീർക്കണല്ലോ. ഭർത്താവിന്റെ പ്രശ്നം അവളുടെയും പ്രശ്നമാണ്. തീർച്ചയായും അവൾ അന്ന് വളരെ പ്രയാസപ്പെട്ട് അലാറം അവളുടെ കാതിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ടെങ്കിലും അവൾ അന്ന് തഹജ്ജുദ് നിസ്കരിക്കും, ഉറപ്പ്. അവൾ അന്ന് നന്നായിട്ട് ദുആ ചെയ്യുകയും ചെയ്യും. ഇത് നമ്മുടെ നാട്ടിലുള്ള ഭാര്യമാർ തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയമുണ്ട്. എപ്പോഴാണെന്നറിയോ? അവർ തഹജ്ജുദ് നിസ്കരിക്കുന്നത് നമ്മുടെ ഭർത്താവിന്റെ അതിക്രൂരമായ ഫോൺ വിളി കേട്ട് മനസ്സ് തളർന്ന് അവശയായി അവൾ വല്ലാത്തൊരു ടെൻഷനിലായി. അന്ന് രാത്രി എന്തായാലും അവൾ തഹജ്ജുദ് നിസ്കരിക്കും. എന്തിനു വേണ്ടി? തഹജ്ജുദ് നിസ്കരിച്ച് ഈ ഫുലാന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ പടച്ചോനെ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ല നമ്മുടെ ഭാര്യ തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. നമ്മുടെ ഭാര്യ നമുക്ക് നന്മക്ക് വേണ്ടി അവൾ ദുആ ചെയ്യുന്നു, അവൾ പ്രാർത്ഥിക്കുന്നു, അവൾ തഹജ്ജുദ് നിസ്കരിക്കുന്നു എങ്കിൽ മാത്രമല്ല നമ്മൾ തൊട്ടടുത്ത ദിവസം അവളോട് വിളിച്ചു പറയുന്നു, നീ ഇന്നലെ നന്നായിട്ട് ദുആ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു, തഹജ്ജുദ് നിസ്കരിച്ച് ദ്വാരന്നിട്ടുണ്ടെന്നാ തോന്നുന്നത്. അപ്പൊ അവൾ പറയും, ഞാൻ ദ്വാരന്നിട്ടുണ്ട്.
എന്തെങ്കിലും അങ്ങനെ ചോദിക്കാൻ കാരണം ഒന്നുമില്ല, എനിക്ക് ഇന്നൊരു ആശ്വാസം തോന്നുന്നുണ്ട്. എവിടെ ഒരാശ്വാസം ഉണ്ടാവില്ല. എന്നാലും അവളോട് പറയാ, ചെറിയ ഒരു ആശ്വാസമൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും ഭാര്യയുടെ മനഃശാസ്ത്രം മനസ്സിലാക്കിയിട്ട് അത് പറയാ. അവളോട് പറയാ, എനിക്ക് എന്തോ ഒരു ആശ്വാസം തോന്നുന്നുണ്ട്, എന്റെ ദ്വാര കൊണ്ട് തന്നെ ആയിരിക്കും, ഈ ഒന്നുകൂടി മെനക്കെട്ട് ദ്വാരക്കിട്ടോ. അന്ന് രാത്രി അവൾ തഹജ്ജുദ് നിസ്കരിക്കും. അന്ന് തലേന്ന് 2 ആണെങ്കിൽ ഇന്ന് 4 നിസ്കരിച്ചിട്ടുണ്ടാവും. അവൾ തലേ ദിവസം 5 മിനിറ്റ് ദ്വാരുന്നത് ഇന്ന് 10 മിനിറ്റ് ദ്വാര ചെയ്തിട്ടുണ്ടാവും. ഇത് ഒരു ഭാര്യക്ക് ഇബാദത്തിനുള്ള പ്രോത്സാഹനമാണ്. അവളുടെ ഇബാദത്തുകളെ കൊണ്ടും അവളുടെ സൽക്കർമ്മങ്ങളെ കൊണ്ടും ഭർത്താവിന് സന്തോഷമുണ്ട് എന്നവൾ തിരിച്ചറിയുമ്പോൾ അവൾ അതിൽ കൂടുതൽ ശ്രദ്ധിക്കും. ഇതൊരു മനഃശാസ്ത്രപരമായ ഒരു വിഷയമാണ്. നേരെ മറിച്ച് നമ്മൾ ചെയ്യുന്നത് അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പ്രയാസത്തിൽ അകപ്പെട്ടാൽ ഭാര്യയോട് നമ്മളത് ഷെയർ ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ ശേഷം നമ്മുടെ ഭാര്യയിൽ നിന്ന് നമുക്കതിന്റെ പ്രതികരണം വരുന്നു. നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയായി എന്ന് പറയുമ്പോ എന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. അപ്പൊ ഭാര്യ പറയുന്നു, എങ്ങനെ തീരാതൊക്കെ, ഞാൻ കുറച്ചൊന്നല്ല ഞാൻ ദ്വാ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് പറയുമ്പോ നമ്മളെന്താ പറയണത്? പിന്നെ എന്റെ ദ്വാണ്ടല്ലേ ഇവിടെ, ആകെ ഇജ്ജ് ദ്വാർന്നിട്ടാ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതോടുകൂടെ നമ്മുടെ ഭാര്യയുടെ മനസ്സ് ചത്തു, നമ്മുടെ ഭാര്യയുടെ മനസ്സ് വിഷമിച്ചു. ഞാൻ അങ്ങനെയൊക്കെ ദ്വാർന്നിട്ടും കണ്ടില്ലേ, എന്ത് എനിക്ക് കിട്ടി? ഒന്നും കിട്ടിയില്ല. അവൾ പിന്നെ ഒരു സമയത്ത് നമുക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ അവൾക്ക് താല്പര്യം വരുന്നില്ല. ഇത് സൈക്കോളജിക്കലായിട്ട് നമ്മൾ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇതൊക്കെ പ്രവാസികളായ ആളുകൾ വളരെ ഗൗരവമായി എടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ ദീനിയായ കാര്യങ്ങൾ ഉപദേശിക്കുകയും അന്വേഷിക്കുകയും അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ അത് കേൾക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക. നമ്മൾ നമ്മുടെ വീട്ടിൽ നല്ല ഒരു ഈ LED ഫ്ലാറ്റുള്ള LED-യുടെ ഫ്ലാറ്റിൽ TV നമ്മൾ കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ നാട്ടിൽ പോയ സമയത്ത് വളരെ പ്രയാസപ്പെട്ട് നമ്മൾ ഇവിടുന്ന് കാർഗോ വഴിക്ക് വിട്ടതോ അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് വളരെ മാനം കെട്ട് കൊണ്ടുപോയതൊക്കെ ആയിരിക്കും. അത് കൊണ്ടുപോയിട്ട് ചുമരുമ്പിൽ നമ്മൾ നല്ല സ്ഥലത്ത് തന്നെ തിയേറ്റർ ഹാളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ കാലത്തൊക്കെ വീട്ടില് വലിയൊരു ഹാളെടുക്കും, വീട്ടിൽ മൗലൂദ് ചെല്ലാന്, കുത്തുബിയത്ത് കഴിക്കാൻ. ഇപ്പോഴും വീട്ടിൽ ഹാളെടുക്കാറുണ്ട്, അത് തിയേറ്ററാണ്, TV ഫിറ്റ് ചെയ്യാൻ. സംഗതി രണ്ടും ആളിപ്പോൾ എടുക്കുന്നുണ്ട്. ഒന്ന് മറ്റൊരു കാര്യത്തിനായിരുന്നു, ഇപ്പൊ വേറൊരു കാര്യത്തിനാണ്. ഈ ഹാളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ നമ്മുടെ TV ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഭാര്യ ഈ ടിവിയുടെ മുന്നിലാണ് മിക്ക സമയവും ഇരിക്കുന്നത്. അവൾക്ക് നമ്മൾ ഉജാലയുടെയും അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡിന്റെയും അങ്ങനെ പലതും ടെലി സിനിമയായിട്ടും പല സിനിമകളായിട്ടും നമ്മൾ അവൾക്ക് ഒരുപാട് CD-കളും സമ്മാനിച്ചിട്ടുണ്ടാവും, ഭർത്താവിന്റെ പരിശുദ്ധമായ സ്നേഹത്തിന്റെ പ്രതീകം. പക്ഷേ ഇതൊന്നും അവളെ നന്മയിലേക്ക് നയിക്കുന്നതല്ല. നമ്മൾ കൊടുത്ത ആൽബത്തിലെ ഗാനം കേൾക്കുമ്പോൾ കാണുമ്പോൾ അതിൽ യുവതിയും യുവാവും ആടി തിമർക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഭാര്യയുടെ വികാരം ഉത്തേജിക്കപ്പെടുകയാണ്. ഈ സമയത്ത് അവിചാരിതമായി നമ്മുടെ വീട്ടിലേക്ക് ഒരു പുരുഷൻ കയറി വരാനിടയായാൽ ഈ സമയത്ത് ഭാര്യയുടെ ഈ അവസ്ഥയിൽ ഒരുപക്ഷെ അവൾ വഴിപഴക്കാൻ സാധ്യത കൂടുതലാണ്. എന്തേ കാരണം? ആര് വഴിവെച്ചു കൊടുത്തു? ഭർത്താവ് വഴിവെച്ചു കൊടുത്തു. TV വീട്ടിൽ നിന്നും എടുത്തൊഴിവാക്കണം എന്ന് ഇപ്പോൾ പറയുന്നത് ഒരിക്കലും പ്രസക്തമല്ല എന്ന് നല്ല ബോധ്യമുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞ് സ്വയം വിഡ്ഢിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിലുള്ള നല്ല വശങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. TV നമ്മൾ വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മുടെ ഭാര്യയോട് നമ്മൾ പറയണം, അവളോട് പറയാൻ നമുക്ക് കഴിയണം, ഇത് ഞാൻ സിനിമ കാണാനും സീരിയൽ കാണാനും വാങ്ങിക്കൊണ്ടുവന്നതല്ല, അങ്ങനെ ഈ ചെയ്യരുത്, നമ്മുടെ കുട്ടികൾ വടക്കാവും. ഇത് നീ വേണം കുട്ടികൾക്ക് എന്ത് കാണണം എന്ത് കാണണ്ട എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. ഭാര്യയ്ക്ക് ഒന്ന് താങ്ങിക്കൊടുത്താൽ അവൾ വളരെ ശ്രദ്ധിക്കുമത്. എന്നിട്ട് അവൾ പറയാ, ന്യൂസും അതുപോലെ തന്നെ പഠിക്കാനുള്ള വല്ലതുണ്ടെങ്കിൽ കണ്ടോളുണ്ടോ. അതുപോലെ തന്നെ CD-കൾ വഅലിന്റെയും അതുപോലെ തന്നെ ദീനിയായ കാര്യങ്ങളൊക്കെ പറയുന്ന അതിന് പ്രചോദനമാകുന്ന CD-കൾ കൊണ്ടുപോയി കൊടുത്ത് അത് വെക്കാൻ അവളെ പ്രേരിപ്പിക്കുക. ഇത് പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഭർത്താവ് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്താ വിഷയം എന്നറിയോ? നമ്മൾ നാട്ടിലേക്ക് പോയി 2 മാസത്തെ ലീവിന് TV നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തു. TV നമ്മൾ ഫിറ്റ് ചെയ്തു. 1.5 മാസം ഈ TV ഫിറ്റ് ചെയ്ത ശേഷം അവളോട് കൂടെ നമ്മൾ ജീവിച്ചു. ഈ സമയത്ത് 24 മണിക്കൂറും നമ്മളെ ഈ TV-യിൽ കാണുന്നത് ഫിലിമുകളും മാത്രമാണ്, അല്ലെങ്കിൽ ആടിത്തുമർക്കുന്ന സെക്സി ആയ ആൽബങ്ങളും.
ഇത് മാത്രമാണ് ഇവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ നാട്ടിലേക്ക് അവന്റെ ലീവ് കഴിഞ്ഞ് അവൻ നാട്ടിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഭാര്യയുടെ കാതിൽ അവന്റെ ഭർത്താവിന്റെ ഉത്തരവാദിത്തമുള്ള ഭർത്താവിന്റെ വലിയ ഒരു ഉപദേശം, എന്ത്? TV ദുരുപയോഗം ചെയ്യരുത്, അതിൽ വേണ്ടാത്തതൊന്നും കാണരുത്. അവൾ കരഞ്ഞു കറങ്ങിയ കണ്ണുകളോടെ ഇല്ല ഞാനൊന്നും കാണൂല എന്ന് പറയും. പക്ഷേ അവൻ ഫ്ലൈറ്റ് കയറി ഇവിടെ ഇറങ്ങി എന്ന് പറഞ്ഞ് വിളി വന്നാൽ, അവന്റെ വിരഹത്തിന്റെ ആ താൽക്കാലിക പ്രയാസം അകന്നാൽ അവൾ വീണ്ടും TV ഓൺ ചെയ്യുന്നു ഫിലിമിന് വേണ്ടി. അപ്പോ അവളുടെ കാതിലേക്ക് വരുന്നു ഇറങ്ങാൻ നേരത്തുള്ള ഭർത്താവിന്റെ ഉപദേശം. അപ്പോൾ പിശാച് പറയുന്നു, അവന്റെ ഉപദേശം എന്തിന് നീ കേൾക്കണം? 1.5 മാസം അവൻ ഇവിടെ ജീവിച്ചപ്പോ ആ TVന്റെ മുന്നിൽ അവൻ എണീറ്റിട്ടുണ്ടോ? 24 മണിക്കൂറും സിനിമയിലല്ലേ അവനുണ്ടായിരുന്നത്? പിന്നെ നിന്നോട് സിനിമ കാണരുതെന്ന് പറയാൻ അവനാരാ? അപ്പോൾ നമ്മുടെ ഭാര്യക്ക് നമ്മുടെ ഉപദേശം കൊണ്ട് ഫലമില്ലാതാകുന്നു. ആരാ കാരണക്കാരൻ? ഭർത്താവാണ്. അവൻ അവൾക്ക് മാതൃക കാണിക്കേണ്ടിയിരുന്നു. ഈ 1.5 മാസം എങ്ങനെ TV നല്ല രീതിയിൽ യൂസ് ചെയ്യാമെന്ന് അവൻ കാണിച്ചു കൊടുക്കണമായിരുന്നു. എങ്കിൽ അവൾക്കത് പഠിക്കാമായിരുന്നു. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ടോ അതുപോലെ സൗകര്യങ്ങൾ, നല്ല ദീനിയായ കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ, ഇത്തരം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഭാര്യക്ക് ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല. ബൈലക്സ് മെസഞ്ചറിൽ KICR പോലുള്ള ഒരു ക്ലാസ് റൂം, അവൾക്ക് ഇന്റർനെറ്റ് ഉപയോഗിച്ച് അവരുടെ മൊബൈലിലൂടെ ഈ റേഡിയോയിലൂടെ ക്ലാസ് കേൾക്കാൻ സാധിച്ചാൽ, പ്രത്യേകിച്ച് ബഹുമാന്യനായ നൂർ ഫൈസി ഉസ്താദിന്റെ ഒക്കെ ക്ലാസുകൾ, അഭിമാനത്തോടെ പറയട്ടെ, എന്റെ വീട്ടിൽ ഇന്റർനെറ്റ് റേഡിയോ ഉപയോഗിക്കുന്നുണ്ട്. പരമാവധി ബഹുമാന്യനായ നൂർ ഫൈസി ഉസ്താദിന്റെ ഫിഖ്ഹ് സംശയ നിവാരണത്തിന്റെ ആ ക്ലാസുകൾ അവർ ശ്രദ്ധിക്കാറുമുണ്ട്. എന്താ കാരണം? അത് കേൾക്കുമ്പോൾ സ്ത്രീകൾക്ക് പഠിക്കാനുള്ള ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട്. അപ്പൊ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇന്റർനെറ്റിന്റെ ഒരു മൊബൈലോ റേഡിയോയോ സംഘടിപ്പിച്ചു കൊടുക്കാം. അവൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, ഈ ഫോൺ ഞാൻ നിനക്ക് തരുന്നത് ഇങ്ങനെ ഒരു സംവിധാനമുണ്ട് ക്ലാസ് റൂമിന്റെ, അത് ഉപയോഗപ്പെടുത്തണം. ഒരുപാട് കാര്യങ്ങൾ നിനക്ക് പഠിക്കാൻ കഴിയും, നിനക്ക് സമയം പോകുന്നത് അറിയൂല എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവളെ അതിന് പ്രചോദിപ്പിക്കണം. മറിച്ച് നമ്മൾ ചെയ്യുന്നത് എന്താ? ഒരു S3 ഫോണുമായിട്ട് നാട്ടിലേക്ക് പോകുന്നു. അങ്ങനെ അവിടെ കിടക്കുന്ന സമയത്ത് ഭാര്യയോട് സംസാരിക്കുമ്പോഴും നമ്മുടെ കൈ യൂട്യൂബിൽ സെക്സിയായ അല്ലെങ്കിൽ ബ്ലൂ ഫിലിമിന്റെ ലിങ്കുകൾ പരതുകയാണ്, പിക്ചറുകൾ പരതുകയാണ്, വീഡിയോകൾ പരതുകയാണ്. ഇത് നമ്മുടെ ഭാര്യ കാണുന്നു. ഈ ഫോണിലുള്ള ഇത്തരം മ്ലേച്ഛമായ ഉപയോഗങ്ങളെ കുറിച്ചൊക്കെ അവൾ മനസ്സിലാക്കി വെക്കുന്നു. തിരിച്ചു പോരുമ്പോൾ ഭാര്യയോട് വലിയ സ്നേഹമുള്ള ഭർത്താവിന്റെ കാര്യമായ ഉപദേശം, ഇതാ മൊബൈൽ ഫോൺ, ഇതിൽ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്നൊരു ക്ലാസ് റൂം ഉണ്ട്, അതിൽ ഒരു റൂമിൽ കയറാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഫുള്ളായതാണെന്ന് ഉറപ്പിച്ചാൽ മതി, അപ്പൊ ഈ രണ്ടാമത്തെ റൂമിൽ കയറിയാൽ മതി എന്നവളോട് പറയുന്നു. എന്നിട്ടോ അവൾ സമ്മതം മൂളുന്നു. പക്ഷേ നമ്മൾ തിരിച്ചു പോന്നാൽ അവളുടെ മനസ്സിൽ ഓടുന്നത് തലേന്ന് രാത്രിയും അതിന്റെ മുമ്പും നിന്റെ വിരലുകൾ പരതിയതെന്തോ അതിലേക്കാണ് അവൾ അറിയാതെ അവളുടെ കണ്ണുകളും ചിന്നുകളും പോകുന്നത്. ആരാ കാരണക്കാരൻ? ഭർത്താവാണ്. നേരെ മറിച്ച് അവൻ ക്ലാസ് റൂം യൂസ് ചെയ്ത് കാണിച്ചു കൊടുക്കണമായിരുന്നു. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ എന്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിന്റെ അടുത്തൊരു സ്വലാത്ത് നടന്നാൽ, ഒരു ദിക്ർ മജ്ലിസ് ഉണ്ടെങ്കിൽ, ഒരു വഅദിന്റെ സദസ്സുണ്ടെങ്കിൽ, ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ, നമ്മുടെ ഭാര്യ നമ്മളോട് ചോദിക്കുന്നു, ഉമ്മ ക്ലാസ്സിന് പോകുന്നുണ്ട്, ഞാൻ ഉമ്മാന്റെ കൂടെ പോട്ടെ? ഇജ് പറഞ്ഞ് ക്ലാസ്സിന് പോയിട്ടാ അടങ്ങി അവിടെ നിന്നോ, എനിക്ക് പാതിരാവിലെ എനിക്കൊരു തണ്ടല്. നമ്മൾ ഭാര്യയെ കാര്യമില്ലാതെ ശകാരിക്കുന്നു. എന്നാൽ ഇവന്റെ ശകാരവും ഈ ആത്മാർത്ഥതയും ഭാര്യ ടെക്സ്റ്റൈൽസിലേക്ക് നടക്കുമ്പോൾ അവനില്ല, ഭാര്യ ബാങ്കിലേക്ക് നടക്കുമ്പോൾ അവനില്ല. ക്ലാസ്സിന് പോട്ടെ, അതും ഉമ്മാന്റെ കൂടെ എന്ന് പറയുമ്പോ അവന് ക്ലാസ്സിന് പോകുന്നത് വലിയ പ്രശ്നം. അപ്പോ നല്ല കാര്യങ്ങൾ കേൾക്കുന്നതിന് അവളെ തടഞ്ഞു നിർത്തുകയാണ്. ആര് എന്ത് പറഞ്ഞാലും ഒരു ഇൽമിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് കേട്ടാൽ, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്ന് വെറുതെ പറഞ്ഞതല്ല, ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തിലുള്ള ഇസ്ലാമിന്റെ കണികകളെ ഉത്തേജിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഇൽമ്. അത് കേൾക്കുമ്പോൾ ഈമാൻ ഉണരാൻ തുടങ്ങും, അത് കേൾക്കുമ്പോൾ ഇസ്ലാമും ഈമാനും വളരാൻ തുടങ്ങും, അതുവഴി വലിയ നന്മകൾ ഉണ്ടാകും. നമ്മുടെ സ്ത്രീകളിൽ ദുർചിന്തകൾ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ നല്ല സമർത്ഥമായ അവതരണത്തിലൂടെയുള്ള ക്ലാസുകൾ കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും ഓർമ്മയും വർദ്ധിക്കുകയും
അതോടൊപ്പം തന്നെ അവരുടെ ഹൃദയത്തിൽ നിന്ന് മോശമായ ചിന്തകൾ മാറി നിൽക്കുകയും ചെയ്യും. അതിനുള്ള അവസരം നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കണം. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. ഭാര്യ നമ്മളോട് സമ്മതം ചോദിക്കുന്ന എല്ലാ സ്ഥലത്തേക്കും പറഞ്ഞു വിടരുത്. ഒരിക്കലും ഭാര്യയെ തനിച്ച് യാത്ര ചെയ്യാൻ സമ്മതിക്കരുത്. അത് നമ്മുടെ ഭാര്യയെ സംശയിക്കുന്നത് കൊണ്ടല്ല, അത് ഇസ്ലാം അനുവദിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. ഇസ്ലാം അങ്ങനെ ഒരു വിഷയം നിഷ്കർഷിക്കാനുള്ള കാരണം പെണ്ണിനെ അവളുടെ മനസ്സ് പടച്ച റബ്ബ് വളരെ ചെയ്ത ഒരു ശരീഅത്താണ് നമ്മുടെ ദീൻ. അതുകൊണ്ട് ആ നിയമം എന്താണോ നമ്മളോട് പറഞ്ഞത് അത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഭാര്യ തനിച്ച് മഹറമിന്റെ കൂടെയല്ലാതെ യാത്ര ചെയ്യരുത് എന്ന് ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പാലിക്കണം. പല പ്രവാസി സുഹൃത്തുക്കളുടെയും ഭാര്യമാർ പല ആവശ്യങ്ങൾക്കും തനിച്ച് വീട്ടിൽ നിന്ന് യാത്ര ചെയ്യുന്നവരാണ്. അത് ഇന്ന് ഈ ക്ലാസ് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ, സഹോദരങ്ങളിൽ ആരെങ്കിലും തങ്ങളുടെ ഭാര്യമാരെ തനിച്ച് യാത്ര ചെയ്യാൻ സമ്മതിക്കുന്നവരുണ്ടെങ്കിൽ ഇതോടുകൂടെ അത് നിർത്തലാക്കണം. ഒരുപാട് അപകടങ്ങൾ അതിന്റെ പേരിലുണ്ട്. നമ്മുടെ ഭാര്യയുടെ സുരക്ഷിതത്വത്തിന് പോലും അത് ഭീഷണിയാണ്. കാരണം എന്താ? നമ്മുടെ ഭാര്യ ഒരുപക്ഷെ അവൾ പവിത്രയാവാം, പക്ഷെ വഴിവക്കിൽ ഒരുപക്ഷെ ഒരു തളർച്ച. നിങ്ങൾക്കറിയുമോ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ച ഒരു സംഭവം. ഒരു അപകടത്തിൽപ്പെട്ട് രക്തം വാർന്ന് കിടക്കുന്ന, റോട്ടിൽ കിടക്കുന്ന ഒരു പെണ്ണിനെ ആളുകൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി അതുവഴി വന്ന ഒരു ചരക്ക് ലോറിയിൽ കയറ്റിവിട്ടു. ഉള്ള വണ്ടിയിൽ കയറ്റിവിടാനാണല്ലോ ശ്രമിക്കുക. അങ്ങനെ ഒരു വണ്ടിയിൽ കയറ്റിവിട്ടു. ആ ലോറിയിലുള്ള ഒരു വിഷയം, ചികിത്സയുടെ പേരിൽ നമ്മുടെ പ്രവാസികളായ പല ആളുകളും ബിസിനസ്സിലും അല്ലെങ്കിൽ കച്ചവടത്തിലും ചെറിയൊരു പരാജയം വരുമ്പോൾ, നഷ്ടം വരുമ്പോ നമ്മുടെ ഭാര്യയ്ക്ക് ഫോൺ ചെയ്യുന്നു. അവളോട് നമ്മൾ പറയുന്നു, നമ്മുടെ കച്ചവടത്തിലൊക്കെ ചെറിയ പ്രശ്നം വരുന്നുണ്ട്, അതുകൊണ്ട് ഈ ഇന്നാലിന് ഉസ്താദിന്റെ അടുത്തൊന്ന് പോയി നോക്ക്. ഏത് ഉസ്താദിന്റെ അടുത്ത്? ഇവള് പരിചയപ്പെടുത്തി കൊടുത്തൊരു ഉസ്താദിന്റെ അടുത്ത്. അല്ലെങ്കിൽ ഇന്നാലിന്ന ആളെടുത്തൊന്ന് പോയി നോക്ക്, അല്ലെങ്കിൽ ഇന്നാലിനെ പണിക്കരടുത്തൊന്ന് പോയി നോക്ക്. ഒരിക്കലും അത് ചെയ്യരുത്. പണിക്കരുടെ അടുക്കലേക്കും പൂജാരികളുടെ അടുക്കലേക്കും ഒരു നിലക്കും മുസ്ലിമീങ്ങൾ പോകരുത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ. അത് അവർ ശിർക്കിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കും, ശിർക്ക് നമ്മളെ കൊണ്ട് അവർ ചെയ്യിപ്പിക്കും. എന്നാൽ ചികിത്സ ചെയ്യുന്ന തൽസമാതന്റെ ചികിത്സ ചെയ്യുന്ന പണ്ഡിതന്മാരായ ആളുകളുണ്ട്. അതേപോലെ തന്നെ അവരുടെ ചില സയ്യിദന്മാരുണ്ട്. അത് ശരി തന്നെയാണ്. പക്ഷെ 100 ആളുകളെ എടുത്ത് പരിശോധിച്ചാൽ അതിൽ 98-9 ആളുകളും തട്ടിപ്പന്മാരാണ്. ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല. അത് തട്ടിപ്പന്മാരാണ് എന്നതിന്റെ പേരിൽ ആ പ്രസ്ഥാനം മാറ്റിവെക്കണം എന്ന് പറയുന്നവൻ വിഡ്ഢിയാണ്. ഏതുപോലെ കേരളത്തിൽ ഈ അടുത്ത് 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു റെയ്ഡ് നടന്നു. ഹോസ്പിറ്റലുകളിലൊക്കെ ഒരു റെയ്ഡ് നടന്നു. വ്യാജ ഡോക്ടർമാരെ പിടിക്കാൻ വേണ്ടി 1 മാസം കൊണ്ട് 300-ലധികം വ്യാജ ഡോക്ടർമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എല്ലാവരും BSc നഴ്സിംഗ് എഴുതി ഡോക്ടറാന്ന് പറഞ്ഞിരുന്ന ആളുകളാ.
ആ ഡോക്ടറെ മുന്നിൽ പിന്നെ മോനോ മോൾക്കോ അസുഖം ഉണ്ടെങ്കിൽ കൊണ്ടുപോയി ഇരുത്തിയാ മതി, അസുഖം മാറും എന്ന് നമ്മുടെ താത്തമാര് പറഞ്ഞ അത്രയും ആ പ്രഗത്ഭമതികളായ ഡോക്ടർമാരൊക്കെയാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. വ്യാജ ഡോക്ടർമാരെ പിടിക്കപ്പെട്ടതിന്റെ പേരിൽ ഹോസ്പിറ്റലുകളൊക്കെ അടച്ചുപൂട്ടണം എന്ന് പറയുന്നവൻ വിഡ്ഢിയാണല്ലോ. അതേപോലെ തന്നെ ഉള്ള ഒരു വിഡ്ഢിയാണ് അസ്മാന്റെയും തൽസമാത്തിന്റെയും ചികിത്സ നടത്തുന്നവരിൽ വ്യാജന്മാരും തട്ടിപ്പന്മാരും ഉണ്ട് എന്നതിന്റെ പേരിൽ ആ സംവിധാനം എടുത്തെറിയണം എന്ന് പറയുന്നവന്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ കല്ലും നെല്ലും വേർതിരിക്കാൻ നമുക്ക് സാധിക്കണം. നെല്ലും പതിരും വേർതിരിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മുടെ വിവേകം വളരേണ്ടതും ഉദിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. ഞാൻ എന്റെ വിഷയം അങ്ങോട്ട് പോവുകയല്ല. നമ്മുടെ ഭാര്യമാരെ ഒരു വിഷയത്തിലും ഇന്നാലിനാളടുത്തേക്ക് പോയി നോക്ക് എന്ന് പറഞ്ഞ് അവളെ നമ്മൾ ഒരാളുടെ അടുക്കിലേക്കും പറഞ്ഞയക്കരുത്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അവർ പലരും നമ്മുടെ പ്രവാസികായ പല സ്ത്രീകളെയും ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവർ ധാരാളമുണ്ട്. മാത്രമല്ല ചില നരമ്പ് രോഗികളായ പ്രവാസികളുടെ ഭാര്യമാർ, നരമ്പ് രോഗമുള്ള ഭാര്യമാർ, അങ്ങനെയുള്ള ചില സ്ത്രീകൾ അവർ ഇത്തരം ചികിത്സാരികളായി ഇരിക്കുന്ന ചില തട്ടിപ്പന്മാരായി ഇരിക്കുന്ന ഈ കള്ളന്മാരുടെ അടുക്കലേക്ക് ലൈംഗിക സുഖത്തിനു വേണ്ടി മാത്രം പോകുന്ന ആളുകളും ഉണ്ട് എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇത് മറച്ചുവെക്കാൻ കഴിയില്ല. അത് ധാരാളം നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭാര്യമാരെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങനെ നമ്മുടെ ഭാര്യമാരെ പറഞ്ഞുവിടരുത്. അഥവാ ഒരു ചികിത്സയുടെ ആവശ്യത്തിന് പറഞ്ഞുവിടുകയാണെങ്കിൽ അത് ഹോസ്പിറ്റലിലേക്കായാലും ശരി, ഇനി സ്കൂളിലേക്കായാലും ശരി, കുട്ടിയുടെ പഠനത്തിന്റെ ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി മദ്രസയിലേക്കും സ്കൂളിലേക്കും ഭാര്യമാരെ ഒരു പ്രവാസി തനിച്ച് പറഞ്ഞുവിടരുത്. ആദ്യത്തെ ഒരു പോക്ക്, രണ്ടാമത്തെ പോക്കും മൂന്നാമത്തെ പോക്കും കഴിഞ്ഞ് നാലാമത്തെ പോകലോടുകൂടെ ക്ലാസ് മാഷും അല്ലെങ്കിൽ പ്രധാനാധ്യാപകനും നമ്മുടെ ഭാര്യയും തമ്മിൽ സുപരിചിതരായി. അത് പല ബന്ധങ്ങളിലേക്കും എത്തിക്കും. ഇത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കി തീർക്കാറുണ്ട്. അതിന്റെ ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞയക്കുമ്പോൾ നമ്മൾ മഹറമീങ്ങളോട് കൂടെ പറഞ്ഞയക്കുക. അവളുടെ പിതാവിന്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മാന്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പാന്റെ കൂടെ പറഞ്ഞയക്കുക. അല്ലെങ്കിൽ അവളുടെ ആങ്ങളമാരുടെ കൂടെ പറഞ്ഞയക്കുക. ഇവിടെയൊക്കെ ഇസ്ലാമിന്റെ വിധികൾ നമ്മൾ പാലിച്ചാൽ ഒരു അപകടവും പതിയിരിക്കുകയില്ല. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ശ്രദ്ധിക്കുക. ഇനി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ദീനിയായ കാര്യങ്ങളും മറ്റും നമ്മുടെ വ്യക്തിത്വമൊക്കെ നമ്മൾ എത്ര നന്നാക്കിയാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലും വലിയ ഒരു അപകടകരമായ ഒരു സാഹചര്യം വേറെ കിടക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ സാഹചര്യങ്ങൾ പലപ്പോഴും പല ഭവിഷ്യത്തുകളും ഉണ്ടാക്കി തീർക്കാറുണ്ട്. ഏതുപോലെ? വീട്ടിലുള്ള സാഹചര്യം. നമ്മുടെ വീട്ടിൽ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ നാട്ടുകാരും അയൽവാസികളും ഒക്കെ നിരന്തരം സ്വാതന്ത്ര്യത്തോടുകൂടെ കയറിയിറങ്ങാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. അത് ചില ആളുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് അതൊരു ഫാഷനാണ്. അങ്ങനെ ചെയ്യുന്നവനാണ് ബുദ്ധിജീവി എന്ന ഒരു തെറ്റിദ്ധാരണ വ്യാപകമായിട്ടുണ്ട്. അല്ലാത്തവർ അവർ പഴഞ്ചന്മാരാണ് എന്ന തോന്നൽ വ്യാപകമായിട്ടുണ്ട്. സത്യത്തിൽ ഇപ്പോഴത്തെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ പുരോഗതിയുടെ പേരിൽ ചെയ്യുന്ന ഈ പ്രവർത്തനം വളരെ മോശപ്പെട്ടതും അപകടവുമാണ്. നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ വീട്ടിലേക്ക് ഏത് നിമിഷവും സ്വാതന്ത്ര്യത്തോടുകൂടെ അടുക്കള വരെ കയറി വരാനുള്ള സാഹചര്യം സൃഷ്ടിക്കരുത്. അത് നമ്മുടെ മക്കളുടെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും ഈ അടുത്തൊരു വാർത്ത വന്നു. 40 വയസ്സുകാരി 15-കാരനെ തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് 15-കാരന്റെ കുടുംബം കേസ് കൊടുത്തു. തങ്ങളുടെ പുത്രനെ സ്ത്രീ തട്ടിക്കൊണ്ടുപോയതിന്. അതാണ് കാലഘട്ടം, മറക്കരുത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ മക്കളുടെ സുഹൃത്തുക്കൾക്ക് പോലും അടുക്കളയിൽ കൂടെ നിറങ്ങാനുള്ള അവസരങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ കുടുംബത്തിലുള്ള ഇത്തരം സാഹചര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. കല്യാണത്തിനോ അതുപോലുള്ള ആഘോഷങ്ങൾക്കോ വേണ്ടി അകന്ന ബന്ധുവിന്റെ കുടുംബത്തിലേക്ക് ഒരാഴ്ച മുമ്പ് നമ്മുടെ ഭാര്യയെയും കുട്ടികളെയും നമ്മൾ പറഞ്ഞയക്കുന്നു. ഇതിന്റെ ആവശ്യം എന്തുണ്ട്? അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അവിടെ ആരൊക്കെയുണ്ട്, ആ വീട്ടിലെ സാഹചര്യം എന്ത് നമ്മൾ അറിയില്ല. എന്നിട്ട് നമ്മുടെ ഭാര്യ കല്യാണത്തിന്റെ തലേ ദിവസം തന്നെ ഒരുങ്ങിക്കെട്ടി പോവാണ്. അത് ഇനി നമ്മുടെ നാട്ടിൽ നടക്കുന്ന കല്യാണമാണെങ്കിലും ശരി, തലേ ദിവസത്തെ മൈലാഞ്ചി കല്യാണം ഇപ്പോ വ്യാപകമായ ഒരു മുസീബത്താണ്. ഈ മൈലാഞ്ചി കല്യാണത്തിന് ഒരുങ്ങിക്കെട്ടി വരുന്നത്
നരമ്പ് രോഗികളായ ചെറുപ്പക്കാരും നരമ്പ് രോഗിണികളായ ചെറുപ്പക്കാരികളുമാണ്. അവർ ഒരുങ്ങിക്കെട്ടി വന്നിട്ട് ട്യൂബ് ലൈറ്റിന്റെ അപ്പുറത്ത് ഇരുട്ടിന്റെ മറവിൽ എവിടെയെങ്കിലും പോയി ഇരുന്ന് വിശാലമായി അവർ സംസാരിച്ചിരിക്കും. സാഹചര്യം കിട്ടിയാൽ ചെയ്യാൻ കഴിയുന്നതൊക്കെ അവർ ചെയ്യും. ഈ കൂട്ടത്തിൽ പ്രവാസികളായ ആളുകളുടെ ഭാര്യമാർ ഉണ്ടാവരുത്. നമ്മളതിന് വിടരുത് നമ്മുടെ മക്കളെ, നമ്മുടെ ഭാര്യമാരെ. കാരണം നമ്മുടെ ഭാര്യമാരെ ചൂഷണം ചെയ്യാൻ ധാരാളം ആളുകളുണ്ട്. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണെങ്കിൽ അയാളെ ഒരു പ്രവാസിയുടെ ഭാര്യ അയാളെ ട്രിപ്പിന് വിളിച്ചാൽ, അയാളുടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുണ്ടെങ്കിൽ പോലും അവരോട് അയാൾ കള്ളം പറഞ്ഞ് അവരെ അവിടെ ഇറക്കിയിട്ടെങ്കിലും അയാൾ ഈ വീട്ടിലേക്ക് ഓടി വരും. ആ ട്രിപ്പ്, അപ്പോൾ വണ്ടിയിലുള്ള ട്രിപ്പ് ഒരുപക്ഷെ 100 രൂപ കിട്ടുന്നതാവാം. ഈ പ്രവാസിയുടെ ഭാര്യയെ കൊണ്ടുപോയാൽ ഒരുപക്ഷെ കടം പറയുന്ന ട്രിപ്പാവാം. എന്നാലും അവരെ വഴിയിൽ ഇറക്കിയിട്ട് അങ്ങോട്ട് ഓടി വരും. എന്താ കാരണം? അവന്റെ മനസ്സിൽ പല പദ്ധതികളുമുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ കണ്ണൂർ ജില്ലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മനസ്സിനെ വേദനിപ്പിച്ച ഒരു രംഗം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാം. അതായത് ഒരു വീട്ടിലേക്ക് ഞങ്ങൾ കുത്തുബിയത്തിന് പോയി. സുബ്ഹാന ജല്ല ജലാലു, കുത്തുബിയത്തിന് ഞങ്ങൾ കുറച്ച് കുട്ടികളും ഉസ്താദുമാരുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്. കുത്തുബിയത്തിന് ചെന്നപ്പോ ഞങ്ങളെ കുത്തുബിയത്ത് ചെല്ലാൻ കൊണ്ടുപോയ ഒരു ഓട്ടോറിക്ഷയുണ്ട്. ആ ഓട്ടോറിക്ഷക്കാരൻ പച്ചയായ RSSകാരനാണ്. അവന്റെ കയ്യിൽ ആ ചുവപ്പ് രാഗിയും മറ്റും കെട്ടി കണ്ടാൽ തന്നെ അറപ്പാകുന്ന രൂപത്തിലുള്ള ഒരു മനുഷ്യൻ. ഇവൻ പച്ച കാഫിർ. ഇവൻ ഞങ്ങളെ കൊണ്ടുപോയി ഈ ട്രിപ്പടിച്ചു വീട്ടിലേക്ക്. എന്നിട്ട് സുബ്ഹാനല്ലാഹ് ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുവന്ന് തരുന്നത് ഇവൻ, ഞങ്ങളോട് ഇരിക്കാൻ പറയുന്നത് ഇവൻ, ഞങ്ങൾക്ക് ചോറ് വിളമ്പിത്തരുന്നത്, കുത്തുബിയത്ത് ചൊല്ലിയ വീട്ടിൽ ചോറ് വിളമ്പിത്തരുന്നവൻ ഇവൻ, ഈ വീട്ടിലെ അടുക്കളയിൽ പോയിട്ട് ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരുന്നത് ഇവൻ, എല്ലാം ഇവൻ. ആ വീട്ടിൽ 4 or 5 സ്ത്രീകളുണ്ട്. പുരുഷന്മാർ മുഴുവനും ഗൾഫിലാണ്. കണ്ണൂർ ജില്ലയിലെ സാഹചര്യം നമുക്കറിയാം. ഭാര്യമാരുടെ വീട്ടിൽ അവിടെയാണ്. അതുകൊണ്ട് തന്നെ ആ വീട്ടിലുള്ള പെൺമക്കളൊക്കെ അവിടെ ഉണ്ടാവും, അറകളുണ്ടെങ്കിൽ. ഇല്ലെങ്കിലേ വീട് വേറെ മാറുള്ളൂല്ലോ. അതുകൊണ്ട് തന്നെ ഈ 4 സ്ത്രീകളും 5 or 4 സ്ത്രീകൾ അവിടെയുണ്ട്. അവരുടെ പുരുഷന്മാർ ഗൾഫിലാണ്. ഇവർ ഈ 4 സ്ത്രീകൾക്കും കൂടെ ഇവരുടെ ഭർത്താക്കന്മാർ മസ്രണമായി നിർദ്ദേശിച്ചു കൊടുത്ത, ഒരുക്കി കെട്ടിക്കൊടുത്ത ഒരു ഡ്രൈവറാണ് ഈ മഹാനായ ഈ RSSകാരൻ. ഈ 4 സ്ത്രീകളെയും ഒരുപോലെ അല്ലലില്ലാതെ അലട്ടലില്ലാതെ പോറ്റിക്കൊണ്ട് നടക്കലാണ് ഇവന്റെ ജോലി. ഇത് എത്രമാത്രം അപകടകരമാണ്. ഈ 4 സ്ത്രീകളെയും ഇവനാണ് കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നത്, അവരെവിടേക്കെങ്കിലും കൊണ്ടുപോകുന്നത്. ആ വീട്ടിൽ അവൻ സ്വന്തം ആ ആങ്ങളമാരെ പോലെ പെരുമാറുകയാണ്. ഇത് ഞാൻ ഒരു വീട്ടിലാണ് കണ്ടതെങ്കിൽ, കണ്ണൂർ ജില്ലയിൽ ആണ് ഞാൻ കണ്ടതെങ്കിൽ, ഇത് തന്നെ കണ്ണൂർ ജില്ലയിൽ പല ഭാഗത്ത്, കാസർഗോഡ് ജില്ലയിലും മലപ്പുറം ജില്ലയിലും തൃശ്ശൂരിലും കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ പ്രതിഭാസം നമുക്ക് വ്യാപകമായി കാണാൻ സാധിക്കുന്നുണ്ട്. ആരാണ് സുഹൃത്തുക്കളെ ഇവിടെ ഉത്തരവാദി? ആരാണ് ഈ സ്ത്രീകൾക്ക് ഇവരിൽ മക്കളുണ്ടായാൽ ഇതിന്റെ ഉത്തരവാദി യഥാർത്ഥത്തിൽ ആരാണ്? ആ വീട്ടിൽ ഇങ്ങനെ ഒരുത്തനെ നിർത്തിക്കൊടുത്ത ആ വീട്ടിലെ ഇവരുടെ ഭർത്താക്കന്മാരാണ്. നമ്മൾ അത് ശ്രദ്ധിക്കണം. ഇത്തരം വിഷയത്തിലൊക്കെ നമ്മൾ ബോധവാന്മാരാവേണ്ടതുണ്ട്. ആരുടെയെങ്കിലും കൂടെ ഒരു പെണ്ണ് ചാടിപ്പോയതിന്റെ ശേഷം തലയിൽ കൈകെട്ടി കണ്ണ് ചിമ്പി കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമ്മൾ കണ്ണ് തുറക്കേണ്ട സമയത്ത് നമ്മൾ കണ്ണ് തുറക്കാത്തത് കൊണ്ടാണ് പല അപകടങ്ങളും ഉണ്ടായത്. അപ്പൊ സാഹചര്യങ്ങളെ നമ്മൾ ഒഴിവാക്കുക. അതേപോലെ തന്നെ ചില പ്രവാസികളായ ആളുകളുണ്ട്, എങ്ങനെയെങ്കിലും കുറച്ച് പണം സമ്പാദിച്ചിട്ട് വീട്ടിൽ നല്ല ഒരു ടവേര അല്ലെങ്കിൽ ഒരു ഇന്നോവ കാറ് വാങ്ങി വെക്കും, നല്ല ഒരു ഡ്രൈവറെയും അതിന് നിശ്ചയിക്കും. എന്നിട്ട് വണ്ടി നിർത്തുന്നത് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക, ആവശ്യമുള്ള അത്യാവശ്യം ചെലവുകൾ നടത്തുക, വണ്ടി ഓടിക്കിട്ടുന്ന പണം കൊണ്ട്. നമ്മൾ കാണുന്ന ലാഭമുണ്ട് ഒരു പ്രവാസി എങ്കിൽ പിന്നെ വീട്ടിലേക്ക് ചെലവിന് അയച്ചു കൊടുക്കേണ്ടതില്ലല്ലോ. കിട്ടുന്നത് ഇവിടെ ബാങ്കിൽ നിക്ഷേപിക്കാവുന്നതാണ്, ബിസിനസ്സിലേക്ക് ഇറക്കാവുന്നതാണ്. അവിടെ ചെലവിന് നോക്കാൻ ഞാൻ ആളെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ കൊല്ലങ്ങൾ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3ാമത്തെ വർഷം നമ്മുടെ ഡ്രൈവറും ടവേരയും ഇന്നോവയും നമ്മുടെ ഭാര്യയും അതാ നമ്മുടെ സമ്പത്തും സ്വത്തും കൊണ്ട് നാട് വിട്ടുപോയി. അപ്പോഴാണ് ഇവന്റെ ബിസിനസ് സാമ്രാജ്യം മുഴുവൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്നത്. എന്തർത്ഥമാണുള്ളത്? അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ
പിന്നെ ഇതിനേക്കാളൊക്കെ ഉള്ള വലിയ ഒരു അപകടകരമായ പ്രവാസികളുടെ ഇടയിൽ, ചെറുപ്പക്കാരായ ആളുകളുടെ ഇടയിൽ വ്യാപകമായി കാണുന്ന വലിയ ഒരു മുസീബത്തുണ്ട്. ഇത് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. അതായത് എന്താണെന്ന് ചോദിച്ചാൽ, മിക്ക ആളുകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോൺ ചെയ്യുമ്പോൾ സംസാരിക്കുന്ന ആളുകൾ പുതിയ കല്യാണം കഴിച്ചു വന്ന പല ചെറുപ്പക്കാരിലുമുള്ള മുസീബത്താണ്. ഫോൺ ചെയ്യുമ്പോൾ ഇവൻ അവളോട് സെക്സ് മാത്രം സംസാരിക്കുന്നു. അതായത് അവളും അവനും കിടപ്പറയിൽ കിടക്കുന്നത് പോലെ അവർ ഫോണിൽ സംസാരിച്ച് വരുത്തി തീർക്കണം. രണ്ടുപേരുടെയും ആവശ്യം അതാണ്. എന്നിട്ട് മണിക്കൂറുകളോളം സെക്സ് സംസാരിച്ച് അവന്റെ ഭാര്യയുടെ കാമം, വികാരം മുഴുവൻ അവൻ ഉത്തേജിപ്പിച്ചു നിർത്തി. ഇവൻ ഫോൺ വെക്കുന്ന സമയത്ത് അവന്റെ ഭാര്യ വികാര പരവശയാണ്. ഇവനാണെങ്കിലോ ഫോൺ കട്ട് ചെയ്ത ഉടനെ അവന്റെ ജോലി ചെയ്യുന്ന ബക്കാലയിലാണെങ്കിലും ബൂഫിയിലാണെങ്കിലും മുതലാളി വന്നിട്ട് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുത്താന്ന് പറയലോടുകൂടെ ഓന്റെ വികാരമൊക്കെ പോയി. അതോടുകൂടെ ഓൻ പഴയ അവസ്ഥയിലായി. നേരെ മറിച്ച് ഈ സമയത്ത് അവന്റെ ഭാര്യയെ നമ്മൾ ശ്രദ്ധിക്കണം. അവന്റെ ഭാര്യ വികാര പരവശയാണ്. അവന്റെ ചൂടും അവന്റെ ചൂരുമുള്ള ആ കിടപ്പറയിൽ, അവന്റെ റൂമിലാണ് അവൾ എപ്പോഴും കിടക്കുന്നത്. ഈ സമയത്താണ് അപ്രതീക്ഷിതമായി വീട്ടിലെ ഒരു കോളിംഗ് ബെല്ലിന്റെ ശബ്ദം മുഴങ്ങുന്നു. അവൾ കതക് തുറന്നു നോക്കുമ്പോൾ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. എന്തിനാ? അവൻ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്ത് സാധനം വേണമെങ്കിലും എടുക്കാവുന്നതാണ്, ആഴ്ചയിൽ പൈസ തന്നാ മതി. അത് പറയാൻ വന്നവനാ. എന്ത് സാധനം വേണമെങ്കിലും എടുക്കാം, ആഴ്ചയിൽ പൈസ തന്നാ മതി. ഇവൻ പ്രത്യേകിച്ച് ഇൻസ്റ്റാൾമെന്റിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ആളുകളായിരിക്കും. അവര് സംസാരിച്ച് അവന്റെ ഈ സംസാരം, ഇവളുടെ ഈ മുഖത്തുള്ള ഈ പരവശത കാണുമ്പോ അല്പം ചൂരുള്ള പുരുഷനാണെങ്കിൽ, ചെറുപ്പക്കാരനാണെങ്കിൽ അവന് ചിലതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അവൻ ആ നിലക്ക് തന്നെ സംസാരിക്കാൻ തുടങ്ങും. സത്യത്തിൽ അവിടെ വ്യഭിചാരം നടന്നു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, ആരാണ് യഥാർത്ഥത്തിൽ അതിന് വഴിവെച്ചു കൊടുത്തത്? ഇവളുടെ ഭർത്താവാണ്, ഈ ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കലും അത്തരം വിഷയങ്ങൾ, ഈ തരം താഴ്ന്ന രീതിയിലുള്ള സംസാരങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. അതാ ഞാൻ പറഞ്ഞത്, എപ്പോഴും മാന്യമായി മാത്രം സംസാരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് ശ്രദ്ധിക്കുക. നമ്മുടെ ചെറുപ്പക്കാർ ആ വിഷയം ഗൗരവമായി എടുക്കണം. അതുപോലെ തന്നെ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇത്തരം അതിക്രമങ്ങളും അനർത്ഥങ്ങളും നാളെ പത്രത്തിൽ നമ്മുടെ പേരും നമ്മുടെ ഭാര്യ എന്ന പേരിൽ ചാടിപ്പോയ ഒരു സ്ത്രീയുടെ കഥ പുറത്തു വരാതിരിക്കാൻ നമ്മുടെ ഈ വിഷയം, നമ്മുടെ ഈ ശ്രദ്ധകൾ, നമ്മുടെ ഈ ജാഗ്രത നമുക്ക് കാരണമാകും. ഇനി മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഇതൊക്കെ പറയുമ്പോ ഇവിടെ ചില സുഹൃത്തുക്കൾ ടെക്സ്റ്റ് അടിക്കുന്നുണ്ട്, മൊബൈൽ ഫോൺ വലിയ വില്ലനാണ് എന്ന്. അതൊരു സത്യമാണ്. പക്ഷേ നേരത്തെ ടിവിയെ കുറിച്ച് പറഞ്ഞതുപോലെ മൊബൈൽ ഫോൺ ഒഴിവാക്കാൻ പറഞ്ഞാൽ പറയുന്നവൻ വിഡ്ഢിയാണ്. മറിച്ച് ഇതാ ഞാൻ പറഞ്ഞത്, അതിന്റെയൊക്കെ നല്ല വിഷയങ്ങൾ, നല്ല വശങ്ങൾ ഉപയോഗിക്കാനുള്ള പ്രേരണയും അതിന്റെ ശീലവും ഉണ്ടാക്കി കൊടുക്കുന്നിടത്താണ് ഒരു ഭർത്താവിന്റെ വിജയം. അതേപോലെ തന്നെ ഇനി സുഹൃത്തുക്കൾ, ഞാൻ പറയുന്നത് വളരെ ഗൗരവമായി എടുക്കേണ്ട മറ്റൊരു സംഗതിയാണ്. അല്പകാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു വിവാദമുണ്ടായിരുന്നു. അതായത് കേളി കേട്ട ഒരു വിവാദം. പത്രക്കാരും ചാനലുകാരും വലിയ ആഘോഷമാക്കിയ ഒരു വിവാദമുണ്ടായിരുന്നു. എന്തായിരുന്നു വിവാദം? ലവ് ജിഹാദ് എന്ന ഒരു ഓമന പേരിട്ട് കൊടുത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തിലുള്ള വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ മുഴുവനും മുസ്ലിം ചെറുപ്പക്കാർക്കെതിരെ തെരുവുകളിൽ ഘോരം പ്രസംഗിച്ചു. നാരായണിമാരെയും ചക്കിമാരെയും ശാരദമാരെയും സുലോചനമാരെയും അബൂബക്കറും മുഹമ്മദും അലവിയും കുഞ്ഞാലിയും തട്ടിക്കൊണ്ടുപോകുന്നു, പ്രേമിച്ച് മതം മാറ്റിയെടുക്കുന്നു. കേരളത്തിന്റെ ഏതോ മൂലയിൽ എപ്പോഴോ നടന്ന 1-2 സംഭവങ്ങളുടെ പേരിൽ ലവ് ജിഹാദ് എന്ന പേരിൽ ഒരു വലിയ ബോംബുണ്ടാക്കി കേരളത്തിൽ വലിയ വിപ്ലവം തീർത്തു കേരളത്തിലെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, സത്യത്തിൽ എന്തിനായിരുന്നു ഈ ലവ് ജിഹാദ് പ്രയോഗം എന്ന് ഇപ്പോൾ നമ്മൾ ആശങ്കയോടെയാണ് കാണുന്നത്. കാരണം ഈ ലവ് ജിഹാദ് പ്രയോഗത്തിന്റെ പേരിൽ നമ്മെ പ്രതിസ്ഥാനത്ത് നിർത്തി അവർ മുതലെടുക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കാലത്ത് ചാടിപ്പോകുന്ന, ഒളിച്ചോടുന്ന സ്ത്രീകൾ അധികവും
അവർ അധികവും അമുസ്ലിമീങ്ങളായ ഹൈന്ദവരായ RSSന്റെയും VHPയുടെയും പ്രവർത്തകരുടെ കൂടെയാണ് ഒളിച്ചോടി പോകുന്നത്. ഈ അടുത്ത പത്രത്തിൽ വന്നു, ഞാൻ കണ്ണു തള്ളിപ്പോയി. റംല എന്ന് പറയുന്ന ഒരു സ്ത്രീ പാർവതിയായി, അല്ലെ, ആര്യ സമാജത്തിൽ വെച്ച് അവൾ വിവാഹിതയായി. അവളുടെ ആ താഴ്ന്ന ജാതിയിൽപ്പെട്ട കറുത്തിരുണ്ട് പാറ പോലെയുള്ള ആ വിരൂപിയായ കോന്തൻ ഭർത്താവ് എന്ന് അവൾ പറയുന്ന അവളുടെ കാമുകന്റെ കൂടെ അവൾ നിൽക്കുന്ന ഫോട്ടോ പത്രത്തിൽ വന്നു. ഇതൊരു മുസ്ലിം പെൺകുട്ടിയാണ്. അവളെ കൊണ്ടുപോയത് അമുസ്ലിമാണ്. കേരളത്തിൽ എവിടെയും ഒരു ലവ് ജിഹാദിന് പകരം മറ്റൊരു നാമം നമ്മൾ കേട്ടില്ല. ഈ ലവ് ജിഹാദ് ആക്രോശിച്ച അത് വാർത്തയാക്കിയ ചാനലുകാരും അതിന്റെ പേരിൽ ആഘോഷങ്ങൾ നടത്തിയ പ്രഭാഷകരും രാഷ്ട്രീയക്കാരും അവരുടെ ആരുടെയും ഒരു അഡ്രസ്സും നമുക്ക് കാണാൻ സാധിച്ചില്ല. ഇപ്പോഴും അവരാരും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുമില്ല. എത്രയോ നൂറുകണക്കിന് മുസ്ലിം പെൺകുട്ടികളെ RSSകാരും VHPക്കാരും തട്ടിക്കൊണ്ടുപോയി. പലരെയും കൊന്നു, പലരും ആത്മഹത്യ ചെയ്തു. പലരെയും ഗുജറാത്തിന്റെയും ബോംബെയുടെയും വേശ്യാലയങ്ങളിൽ ചില്ലിക്കാശിന് അവന്റെ ആഗ്രഹം സാഫല്യത്തിന് ശേഷം തുച്ഛമായ വിലക്ക് വിറ്റു. ഇതൊക്കെ ചെയ്തിട്ടും ഇന്ന് വരെ ഒരു ചാനലിലും ലവ് ജിഹാദ് വാർത്തയാക്കിയവർ നേരെ തിരിച്ചൊരു വാർത്ത കൊടുക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഇതൊരു വാർത്തയായിട്ട് പോലും വരുന്നില്ല. ഫേസ്ബുക്കിൽ ചില ഇസ്ലാമിക രക്തം തിളക്കുന്ന ഏതാനും ചില ചെറുപ്പക്കാരുടെ കൂട്ടം ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് എന്നതൊഴിച്ചാൽ മറ്റൊന്നും ഇതിലില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ പെൺമക്കൾക്ക് വീട്ടിലേക്ക് വിളിക്കുമ്പോൾ കർശനമായ നിർദ്ദേശം ഈ വിഷയത്തിൽ നമ്മൾ കൊടുക്കണം. സംഘടനാ സംവിധാനം ഉപയോഗിച്ച് RSSനെ പോലെയുള്ള ഒരു തീവ്രവാദി സംഘടന അവരുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് ഇതൊരു അജണ്ടയായി തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. മുസ്ലിം ഗർഭാശയങ്ങളിൽ അവരുടെ ബീജം നിറക്കാനുള്ള സുവർണാവസരമായി അവർ ഇതിനെ ഉപയോഗപ്പെടുത്തുന്നു. അതിന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. സാന്ദർഭികമായി പറയുന്നു, ഈ ശബ്ദം കേൾക്കുന്നവരിൽ മഹല്ല് ഭരണമുള്ള കയ്യിലുള്ള ആളുകൾ ഉണ്ടാവാം. മഹല്ലത്തുകളിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നവരുണ്ടാവാം. നമ്മുടെ മഹല്ലത്തുകളിൽ, കേരളത്തിലുള്ള ഓരോ മഹല്ലുകളിലും നമ്മൾ ഇതിനു വേണ്ടി കൺവെൻഷൻ സംഘടിപ്പിക്കണം. ഇതിന് കൺവെൻഷൻ സംഘടിപ്പിക്കുക വെള്ളിയാഴ്ച ജുമുഅന്റെ ശേഷം ഉസ്താദ് വഅദ് പറഞ്ഞുകൊണ്ടല്ല. 10 വയസ്സിന്റെ മുകളിലുള്ള നമ്മുടെ നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളുടെയും സെൻസസ് എടുത്ത് അവരുടെ കണക്കെടുത്ത് അവർ ഒഴിയാതെ അവരെ നമ്മുടെ മദ്രസ ഹാളിൽ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് നല്ല വിഷയത്തിന്റെ ഗൗരവം ഊന്നി പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന ഒരു പ്രഭാഷകനെ, ഒരു പണ്ഡിതനെ കൊണ്ട് ഇതിന്റെ ഗൗരവം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അവരെ നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിന് നമ്മൾ തയ്യാറാകണം. ഇതൊക്കെ ഒരു മഹല്ല് കമ്മിറ്റി അവരുടെ ഉത്തരവാദിത്തമായി, അവരുടെ ധർമ്മമായി ഏറ്റെടുക്കേണ്ടതുണ്ട്. അതവർ ഏറ്റെടുക്കണം. എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന 320-ൽ ആളുകൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്, റേഡിയോയിൽ വേറെയും. നിങ്ങൾ ഇതൊരു വിഷയമാക്കിയെടുക്കണം. നാടുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് നമ്മുടെ മഹല്ലത്തുകളിൽ ഇതിന് നല്ല ഒരു ബോധവൽക്കരണം നടക്കേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ വീട്ടിലുള്ള സാഹചര്യം നമ്മൾ തിരസ്കരിക്കാൻ പാടില്ല. കുട്ടികൾക്കുള്ള ദീനീ ബോധവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഇലാഹി ചിന്തയും പേടിയും അതൊക്കെ നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യാ നിസാ അന്നബി. ഈ ആയത്തിന്റെ ആശയം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ശേഷം ഈ വിഷയത്തിൽ നല്ല ഒരു ടോപ്പിക് ഇവിടെ നടക്കേണ്ടതുണ്ട്. ചർച്ചകളും ഇതിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും നന്നായിട്ട് നടക്കേണ്ടതുണ്ട്. അതിന് താല്പര്യമുള്ളവരൊക്കെ റൈസ് ഹാൻഡ് ചെയ്ത് മുകളിൽ വരിക, ചർച്ചയിൽ പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. യാ നിസാ അന്നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇൻ ഇത്തഖൈതുന്ന ഫലാ തഖ്ളഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ് വഖുൽന ഖൗലൻ മഅറൂഫാ. ഇത്ര സമയം ഞാൻ സംസാരിച്ചത് പുരുഷന്മാരെ പരിഗണിച്ചുകൊണ്ടാണ്. ശബ്ദം ശ്രവിക്കുന്ന സ്ത്രീകൾ പിന്നീട് എപ്പോഴെങ്കിലും ഈ ശബ്ദം ശ്രവിക്കാൻ ഒരു സ്ത്രീ ഇടയായാൽ അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വലിയ ഒരു നിധി അവളിലേക്ക് സമ്മാനമായി കൊടുക്കുന്നത്. പ്രവാചക പത്നിമാരെ, ലസ്തുന്നക അഹദിൻ മിനൻ നിസാ, നിങ്ങൾ ഇതര സ്ത്രീകളെ പോലെയല്ല. ഇനിത്തഖൈതുന്ന ഫലാ തഖ്ളഅന ബിൽ ഖൗൽ,
നിങ്ങൾ പവിത്രകളാണെങ്കിൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണെങ്കിൽ, ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾ മാർദ്ദവമാക്കാൻ പാടില്ല. നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾ മാർദ്ദവമാക്കാൻ പാടില്ല, കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കാൻ പാടില്ല. അന്യപുരുഷന് ആഗ്രഹം തോന്നുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല. അറിയാതെ ഫോണിലേക്ക് ഒരു മിസ് കോൾ വന്നാൽ അതിൽ തിരിച്ച് അടിച്ചുകൊണ്ട് അവനോട് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കാൻ നിൽക്കണ്ട. ആരോടും അന്യ പുരുഷനോട് സംസാരിക്കുമ്പോൾ മാന്യമായി വഖുൽന ഖൗലൻ മഅറൂഫ, മാന്യമായി മാത്രം സംസാരിക്കുക. ഫലാ തഖ്ലഅന ബിൽ ഖൗൽ എന്ന് എന്തുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു? അല്ലാഹു തആല തന്നെ കാരണവും പറഞ്ഞു. ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദ്, നിങ്ങൾ അന്യപുരുഷന്മാരോട് മാർദ്ദവമായി മൃദുലമായി സംസാരിച്ചാൽ, ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദ്, ഹൃദയത്തിൽ രോഗമുള്ള ആളുകളുണ്ട്, അവരുടെ ഹൃദയത്തിൽ മോഹം ജനിക്കും. ഹൃദയത്തിൽ രോഗമുള്ളവന് മോഹം ജനിക്കും. അതുകൊണ്ട് അതിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫഖുൽന ഖൗലൻ മഅറൂഫ, വഖുൽന ഖൗലൻ മഅറൂഫ, നിങ്ങൾ മാന്യമായി മാത്രം സംസാരിക്കുക, മാന്യമായി മാത്രം സംസാരിക്കുക. വലാ തബർറജ്ന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, ജാഹിലിയ കാലഘട്ടത്തിലുള്ള സ്ത്രീകളെ പോലെ നിങ്ങൾ അഴിഞ്ഞാടി സൗന്ദര്യ പ്രദക്ഷിണം നടത്തരുത്, അഴിഞ്ഞാടി നടക്കരുത്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബർറജ്ന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ അടങ്ങിയിരിക്കുക. വഅഖിംന സ്വലാ, നിസ്കാരം നിലനിർത്തുക. വആതിന സക്കാ, സക്കാത്തിനെ കൊടുത്തു വീട്ടുക. വഅതിഉന അല്ലാഹ വറസൂലഹു. ഈ ആയത്ത് എന്റെ പ്രിയം നിറഞ്ഞ സഹോദരിമാർക്ക് ഞാൻ സമർപ്പിക്കുകയാണ്, എന്റെ സഹോദരിമാർക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഈ ആയത്തിന്റെ ആശയത്തിന്റെ ഗൗരവം നിങ്ങൾ ഉൾക്കൊള്ളണം. അതിനനുസരിച്ച് വേണം അന്യരോട് സംസാരിക്കാൻ. അതിനനുസരിച്ച് വേണം നിങ്ങളുടെ വേഷവും വസ്ത്രവും നിങ്ങൾ ചിട്ടപ്പെടുത്താൻ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ സഹോദരിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം നൽകട്ടെ. നമ്മുടെ പെൺമക്കൾക്ക് അല്ലാഹു തആല ബോധം നൽകട്ടെ. നമ്മുടെ സഹോദരിമാരെയും നമ്മുടെ ഭാര്യമാരെയും നേർവഴിക്ക് നയിക്കാനുള്ള ത്രാണിയും ഇസ്സത്തും തന്റെ ഇടവും അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇത്രയും സമയം എന്റെ ശബ്ദം ക്ഷമയോടെ ശ്രവിച്ചിരുന്ന എല്ലാ കൂട്ടുകാർക്കും, മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ആനുകാലികമായ വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഈ ചർച്ചയിൽ ശ്രവിക്കുകയും ഇതിന് നല്ല പ്രതികരണം നൽകുകയും ചെയ്തതിന് എല്ലാവിധ നന്ദിയും വ്യക്തിപരമായും ക്ലാസ് റൂമിന്റെ പേരിലും അറിയിച്ചുകൊണ്ട് നാഥൻ ഇതൊരു സൽക്രമമായി സ്വീകരിക്കട്ടെ. ഈ ക്ലാസ് ഉപയോഗപ്പെട്ട് ഏതെങ്കിലും ഒരു കുടുംബമെങ്കിലും ഈ വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഈ പ്രവർത്തനം എക്കാലത്തും ഉഖറവിയായ ഒരു അമലായി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരും, സംശയമില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആ വസിയത്തോടെ വആഖിർ ദുആഇ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.